സുന്നി വിഭാഗത്തിന്റെ വിഷയാവതരണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് അവരുകളെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. വേദിയിലെ പണ്ഡിത സുഹൃത്തുക്കളെ, ഈ സംവാദം ശ്രവിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംവാദത്തിലൂടെ അവന്റെ ദീനിന്റെ ഹഖ് വെളിപ്പെടുത്താനും ബാത്തിലിന്റെ അഹ്ലുകാരെ പരാജയപ്പെടുത്താനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ മധ്യസ്ഥന്മാർ വായിച്ചു, വിഷയം നബിദിനാഘോഷമാണ്. നബിദിനാഘോഷത്തെ സംബന്ധിച്ചുള്ള രണ്ടു കക്ഷികൾ തമ്മിൽ സമസ്തകൽ ജമിയത്തുൽ മുഅല്ലിമീനും മുജാഹിദ് വിഭാഗത്തിലെ ഒരു വിഭാഗവും എന്ന് നമുക്കിപ്പോൾ പറയാം. ഏതാണ് വിഭാഗത്തിന്റെ പേരെന്ന് കാണുന്നില്ല. അങ്ങനെ രണ്ട് വിഭാഗം തമ്മിലുള്ള ഈ സംവാദത്തിൽ കൃത്യമായ വാദമാണ് ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മത്തിൽ നിന്നുകൊണ്ടുള്ള വാദമാണ് സുന്നി പക്ഷത്തു നിന്ന് ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഞങ്ങളുടെ വാദം കൃത്യമാണ്. നബിദിനാഘോഷം ശിർക്കല്ല, ശിർക്കാണെന്ന അപ്പുറത്തെ കൂട്ടരുടെ വാദം അത് ഇസ്ലാമിക വിരുദ്ധമാണ്, പച്ച തെറ്റാണ്, ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ പുത്തൻ വാദമാണ്. ആ വാദം അവതരിപ്പിക്കുക വഴി അവരെല്ലാവരും പുത്തൻവാദികളായി പോയതിൽ നമ്മൾ സങ്കടപ്പെടുകയാണ്, ഖേദിക്കുകയാണെന്ന അർത്ഥത്തിലുള്ള വാദമാണ് ഞങ്ങളിവിടെ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ പ്രസ്തുത വാദത്തെ സംബന്ധിച്ച് ആ അടിസ്ഥാനപരമായ വാദത്തിനെ കുറിച്ച് പ്രതികരിക്കാതെ അവരിവിടെ പറഞ്ഞ വാദം റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവും അനുബന്ധ കാര്യങ്ങളും ബിദ്അത്താകുന്നു, അതിനാൽ അത് അനിസ്ലാമികവുമാകുന്നു. വാദത്തിൽ തന്നെ അതിന്റെ തെളിവൊക്കെ പറഞ്ഞു കാണ്ടുള്ള ഒരു തരം ദഅവ എങ്ങനെ പറയേണ്ടത് എന്നൊക്കെ ഒരു കോട്ടിമാറ്റൽ. അതിനാൽ അത് അനിസ്ലാമികമാണ്, അതിന്റെ ഭാഗമായി ആലപിക്കുന്ന ഗദ്യപദ്യങ്ങളിൽ ശിർക്കുള്ളവയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് രണ്ടു കൂട്ടർ തമ്മിലുള്ള ഒരു വാദപ്രതിവാദമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസ്കാരിക്കാൻ ഞങ്ങൾ അംഗീകരിക്കുന്ന ഇമാമുമാരുണ്ട്, അവരംഗീകരിക്കുന്ന അവരുടേതായ ഇമാമുമാരുണ്ട്. അവരുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധികാരിക വക്താക്കളും നേതാക്കളുമായ സാക്ഷാൽ മുജാഹിദുകൾ, ഇന്നത്തെ മുജാഹിദുകൾ പോലെയല്ല, യഥാർത്ഥത്തിലുള്ള മുജാഹിദിസം, യഥാർത്ഥത്തിലുള്ള വഹാബികളുടെ നേതാക്കന്മാരായ അവരുടെ ഇമാമുമാരൊക്കെ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ഈ വിഷയത്തിൽ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച മഹാനായ ഇമാം നവവി റളിയല്ലാഹുവിന്റെ ഉസ്താദ് ഇമാം അബൂ ശാമ, അതുപോലെ തന്നെ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, ഇമാം സഖാവി റളിയല്ലാഹു അൻ, ഇമാം ഇസ്മാഈലുൽ ഹിഖി, ഇമാം ഹലബി, ഇങ്ങനെയുള്ള ഒട്ടനേകം ഇസ്ലാമിക ലോകത്തെ സജീവമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മഹാരഥന്മാരായ അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ നമ്മൾ വിശ്വസിക്കുന്ന എത്രയെത്ര ഇമാമുമാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, നബിദിനാഘോഷം നല്ല ആചാരമാണ്, യുസാബു അലാ ദാലിക ഫാഇലുഹാ, അത് അനുവർത്തിക്കുന്നവർക്ക് പരലോകത്ത് പുണ്യം ഉണ്ട് എന്ന് ഇമാമുമാരെല്ലാവരും പറയുക.
സംസാരം തീരെ ക്ലിയർ കിട്ടുന്നില്ല. ഓപ്പറേറ്റർ ശ്രദ്ധിക്ക്. ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഒന്ന് സൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വൃത്തിയാണ്. അപ്പോ ഹലോ 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 ക്ലിയർ ഇല്ല. സ്റ്റേജിലേക്ക് ഭയങ്കര എക്കോ വെക്ക്. ഹലോ ഹലോ ഓക്കെയാണ്. ഈ മറ്റിലുള്ളത് ക്ലിയർ ഇട്ടില്ല. ഹലോ 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 മേച്ച് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഹലോ ക്ലിയർ ഉണ്ടല്ലോ. ഹലോ ഹലോ ലോകോത്തര ഹാഫിളീങ്ങളായ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദിസ്ഥമാക്കുകയും ഹദീസിന്റെ ആധികാരിക വ്യാധികളായിട്ട് ലോകം അംഗീകരിക്കുകയും പരിചയപ്പെടുകയും ചെയ്ത ഇമാമുമാർ അവര് പറഞ്ഞത് ഇതിന് പുണ്യമുണ്ട്, കൂലി കിട്ടും എന്നാണ് പറഞ്ഞത്. അതേസമയത്ത് ഇനി ഇത് ഞങ്ങളുടെ ഇമാമുമാരല്ല, അത് നിങ്ങളെ കോജാക്കന്മാരല്ലേ എന്നാണ് ഇവരുടെ അതിനുള്ള പ്രതികരണം. അതൊക്കെ നിങ്ങളെ കോജാക്കന്മാരല്ലേ? എന്നാ പിന്നെ അപ്പുറത്തുള്ള കോജാക്കന്മാരെ നമുക്ക് നോക്കാം. ഇവിടെ കേരള സ്ഥാനത്തിന്റെ ആകർത്താക്കളും അതിന്റെ സംസ്ഥാപകരും അതിന്റെ ആദ്യകാല നേതാക്കളും മൗലവി ഇ.കെ. മൗലവി തുടങ്ങിയ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാക്ഷാൽ മുജാഹിദുകൾ. ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ? ബോധപൂർവമാണ്. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, വഴിപിരിഞ്ഞവരല്ല, പ്രത്യാരോപണങ്ങൾ തമ്മിൽ നടത്തുന്നവരല്ല, കുഫ്ർ ശിർക്കിന്റെ ആരോപണ പ്രത്യാപനങ്ങൾ കൊണ്ട് കേരളത്തിന്റെ കവലകളെ കൊല്ലിക്കുന്നവരല്ല, മറിച്ച് അതിന്റെ ആധികാരിക നായകന്മാരെന്നവർ പറയുകയും പ്രചരിപ്പിക്കുകയും അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അല്ലേ? അവർക്ക് എന്താ പറഞ്ഞത്? റബീഉൽ അവ്വൽ മാസം അൽ മുർഷിദിന്റെ ഒരു കനപ്പെട്ട അൽ മുർഷിദ് തന്നെയാണിത്. ഇതിലുള്ള ലേഖനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇക്കാലത്തും പ്രസക്തങ്ങളാണ് എന്നാണല്ലോ നിങ്ങൾ മദ്രസ പാഠപുസ്തകത്തിലൊക്കെ പഠിപ്പിക്കുന്നത്. ഇക്കാലത്തും പ്രസക്തങ്ങളാണ് അല്ലെ? ഇക്കാലത്ത് അതൊക്കെ ഞങ്ങൾ തള്ളിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ നിർത്താം. പക്ഷേ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് അത് പ്രസക്തങ്ങളാണെന്നാണ്. നിത്യപ്രസക്തങ്ങൾ, ഖുർആനിന്റെ വരികളെ പോലെ കാണുന്നത് അല്ലെ? റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല. ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ്, ഒരു സംശയമില്ല അവർക്കൊന്നും, ഈ മാസം അടുത്തു വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് അല്ലെ? അന്ന് അത് മൗലിദിന്റെ സദസ്സ് പുണ്യസദസ്സാണ്. റബീഉൽ അവ്വൽ പവിത്രമാസമാണ്. റബീഉൽ അവ്വൽ 12 ഏറ്റവും മഹത്വമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അതോടൊപ്പം തന്നെ അവരുടേതായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് അറബിയിൽ മാത്രം പോരാ, മലയാളത്തിലും കൂടി ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൗദൂആയ ചരിത്രങ്ങളൊന്നും പറഞ്ഞു കാണ്ട് മൗലിദ് ഓതാൻ പാടില്ല എന്നൊക്കെ അവരതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റബീഉൽ അവ്വൽ മാസം അത് പവിത്രമാണ്, ആദരിക്കപ്പെടേണ്ടതാണ്, ആഹ്ലാദിക്കേണ്ടതാണ്. ആഹ്ലാദത്തിന് പുണ്യമുണ്ട്, കൂലിയുണ്ട്. ലോകമെമ്പാടും ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഇങ്ങനെ ഇവരുടെ ആദ്യകാല മുജാഹിദുകൾ ഏകദേശം ഒരു 10-40 കൊല്ലക്കാലം തന്നെ എന്ന് നമുക്ക് അനുമാനിക്കാം ചരിത്രപരമായിട്ട്. ഇവരിതിങ്ങനെ സമുചിതമായിട്ട് സുന്നികളെക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് നബിദിനാഘോഷത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ട് സമൂഹത്തെ പഠിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്ത ആളുകൾ. അപ്പൊ ഇതിൽ പിന്നെ എന്തിനാ കൂട്ടരെ പിന്നെ തർക്കിക്കുന്നത്? ഈ തർക്കത്തിന് എന്തർത്ഥമാണുള്ളതെന്ന് ആലോചിക്കാൻ നമ്മുടെ തലച്ചോറൊന്ന് ഉപയോഗപ്പെടുത്തേണ്ടേ എന്നാണ് എന്റെ പ്രിയപ്പെട്ട അപ്പുറത്തിരിക്കുന്ന മാന്യദേഹങ്ങളോടൊക്കെ ഒന്ന് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവർക്ക് പല പരിഗണനകളും നബിഘോഷത്തെ ഇത്രമാത്രം പ്രകീർത്തിച്ച് ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും എഴുതിയ ഇവർ, ആഹ്വാനം ചെയ്ത ഇവർ
പിന്നെ 950-കൾക്ക് ശേഷം പരിവർത്തനത്തിന്റെ പരിണാമത്തിന്റെ പുതിയ രീതിയിലേക്ക് കടക്കുകയാണ്. നബിദിനം ആഘോഷിക്കുന്നത് തന്നെ ശിർക്കാണ്. വരികളിൽ ശിർക്കുണ്ട് എന്നല്ല, വരികളിൽ ഒരു കുഴല്ലെങ്കിൽ ശിർക്കാണ്. ഉമർ മൗലവി പറഞ്ഞില്ലേ, സാക്ഷാൽ എന്റെ അപ്പുറത്തിരിക്കുന്ന ഫൈസൽ മൗലവി അദ്ദേഹത്തിന്റെ അൽ ഇസ്ലാഹ് മാസികയിൽ എഴുതിയില്ലേ? അപ്പൊ പറയും ഫൈസൽ മൗലവി എഴുതിയിട്ടില്ല എന്ന് പറയും. ഫൈസൽ മൗലവി അദ്ദേഹത്തിന്റെ അൽ ഇസ്ലാഹ് മാസികയിൽ എഴുതിയില്ലേ? എഴുതിയതിന്റെ ഫായിൽ ആരാന്നുള്ളത് രണ്ട് ഇപ്പുറത്തേക്ക് മറിച്ചാ കാണാം. അപ്പുറത്തെ രണ്ടുപേര് അപ്പുറത്താണ് അദ്ദേഹം ഉള്ളത്, അതിന്റെ ഇപ്പുറത്തുണ്ട് ഇദ്ദേഹം. അപ്പോൾ ഇത് നബിദിനാഘോഷം തന്നെ ശിർക്കാണ് അല്ലെ? ഈ ഒരു ശിർക്കിൽ കവിഞ്ഞൊരു കളിയില്ല വരും അല്ലെ? ശിർക്ക് ഇത് പറയാനായിട്ടൊരു കൂട്ടരങ്ങി അല്ലെ? ഉമർ മൗലവി എവിടേക്ക് എത്രയോ സ്ഥലത്ത് എഴുതിയിട്ടുള്ളത് നബിദിനാഘോഷം തന്നെ ശിർക്കാണ്. വരികളിൽ ശിർക്കുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, നബിദിനാഘോഷം തന്നെ ശിർക്കാണ്. എന്തേ അടിസ്ഥാനപരമായിട്ട് ഇത് ശിർക്കാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ ആണ് എന്ന മുജാഹിദ് വാദത്തെ കുറിച്ച് കാമ എന്ന് പറയാൻ ഇപ്പോൾ നിങ്ങൾക്ക് ധൈര്യം കാണുന്നില്ല. ഇത് ഗൗരവപ്പെട്ട കാര്യമില്ല. ശിർക്കാണ് എന്നല്ലേ നിങ്ങൾ ഇവിടെ എഴുതിയത്? 2008 എഴുതിയില്ലേ? നിങ്ങളുടെ ഓർമ്മകളുടെ ഓളങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ എഴുതിയില്ലേ? ജനങ്ങളെ നിങ്ങൾ ഈ പലതും പറഞ്ഞുകാണ്ട് തെറ്റായ ഇസ്ലാമിക വിരുദ്ധമായ ഒരു ആശയ ഗതിയിലേക്ക് നിങ്ങളുടെ അനുയായികളുടെ തലച്ചോറിനെ കൊണ്ടുപോയില്ലേ? ഞങ്ങൾ ഒരിക്കലും വിമർശിക്കല്ല, നിങ്ങൾക്ക് സൽബുദ്ധി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നബിദിനാഘോഷം ശിർക്കാണ് എന്ന് പറയാൻ കാരണം അത് നബിയുടെ പൊരുത്തം തേടുന്നുണ്ട്. അത്രേ നബിയുടെ പൊരുത്തം ലഭിക്കുന്നത് ഖുർആൻ പറഞ്ഞതല്ലേ, വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂ. നബിയുടെ പൊരുത്തം, നബിയെ പൊരുത്തപ്പെടിപ്പിക്കുക, അവിടുത്തെ പൊരുത്തം സമ്പാദിക്കുക എന്നുള്ളതിന് ഏറ്റവും അവകാശപ്പെട്ട ആളാണ് നബി അല്ലേ? അത് മശ്ഹദം വ മഗീബ. എങ്ങനെയാണ് നബിയുടെ പൊരുത്തം സമ്പാദിക്കേണ്ടത്? മഹാനായ ഇമാം അബു സുഊദ് പറഞ്ഞില്ലേ എങ്ങനെയാണ് പൊരുത്തം സമ്പാദിക്കേണ്ടത്? ഫീ ബാബിൽ ഇജ്ലാലി ഫീ ബാബ് വഇഫാഇ ഹുഖൂഖിഹി അലൈഹി സ്വലാത്തു വസ്സലാം ഫീ ബാബിൽ ഇജ്ലാലി വൽ ഇഅ്ലാം മശ്ഹദം വ മഗീബ. സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും നബിയോടുള്ള ആദരവിന്റെ കടപ്പാടുകൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട് നബിയുടെ പൊരുത്തം സമ്പാദിക്കണം. അത് ശിർക്കാത്ര. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ അല്ലേ, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക എന്ന ഇബാദത്ത് അനുഷ്ഠിക്കുന്നവൻ മാതാവിന്റെ ഒരു പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അത് ശിർക്കാണോ? സഹീഹായ ഹദീസല്ലേ? അങ്ങനെ എന്തെല്ലാം സംഭവമുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യുർദി റസൂലഹു അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ പൊരുത്തപ്പെടുത്തുന്ന, അവിടുത്തെ പൊരുത്തം നേടിയെടുക്കാൻ ആവശ്യമായ തൗഫീഖ് മുആദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു കൊടുത്തതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് അള്ളാഹിന്റെ റസൂല് തന്നെ അഭിനന്ദിച്ച് പറഞ്ഞ് ആ കാര്യം. ഇതിനെക്കുറിച്ച് ഇവര് ശിർക്ക് എന്ന് പറയുന്നത്. എന്തും ശിർക്ക്, തൊട്ടാ ശിർക്ക് തീന്റെ മാതിരിയാ, തൊട്ടാ ഇവർക്ക് പൊള്ളും. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അതേ സമയത്ത് ഇവിടെ അള്ളാഹുവിന്റെ പൊരുത്തം, അതിനു പുറമെ റസൂലിന്റെ പൊരുത്തം എന്നൊരു സംഗതി റസൂലുള്ളാഹിന്റെ നബിദിനാഘോഷത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത് നബിദിനാഘോഷം തന്നെ ശിർക്കാണ്. പക്ഷെ എന്ന പറയിൽ മണിക്കൂറുകളോളം ഇരുത്തിക്കൊണ്ട് ഇവരോട് സംസാരിച്ച് ഞങ്ങൾക്കങ്ങനെ വാദല്ല. ആ ഇരിക്കുന്ന മാന്യദേഹം പറയാൻ ഞങ്ങൾക്കങ്ങനെ ഒരു വാദല്ല. നിങ്ങളെ വാദത്തിന്റെ കൂമ്പാര കെട്ടുകൾ ഞങ്ങൾ ഇവിടെ തുറക്കാൻ പോവുകയാണ്. നബിദിനാഘോഷം ശിർക്കാണെന്ന് പറഞ്ഞ് നിങ്ങൾ വാദിച്ചതിന്റെ കൂമ്പാര കെട്ടുകൾ ഇത് ഈ ഇരിക്കുന്ന അനുയായികളുടെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കാൻ ഞങ്ങളെ ഹയാത്തുള്ള കാലത്തോളം നിങ്ങൾക്ക് സാധിക്കൂല. കുറെ കാലം നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റഖീബ് അത്തീദ് അലൈഹിസ്സലാം അവര് റഖീബെ അത്തീദെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ ഒച്ച അവർ കേൾക്കൂല. എന്നാൽ സഹായിക്കണേ എന്ന് സഹായം ചോദിച്ചാൽ ആ ശബ്ദം അവർ കേൾക്കും. ആര് കേൾക്കും? റഖീബ് അത്തീദ് കേൾക്കും. ഖുർആന്റെ നെസ്സാത്ര. പ്രാർത്ഥിച്ച ശബ്ദം കേൾക്കൂല എന്ന് ഖുർആന്റെ നെസ്സും, സഹായം ചോദിക്കണേ എന്ന് സഹായാഭ്യർത്ഥന ശബ്ദം കേൾക്കും എന്നുള്ളത് അത് പിന്നെ എന്തിന്റെ രസ? എന്താണ് ഈ കോലത്തിലൊക്കെ ഇങ്ങനെ ഖുർആനും ഹദീസൊക്കെ ഈ കോലത്തിൽ അട്ടിമറിച്ചാൽ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവതരമായിട്ടാണ് ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതേസമയത്ത് നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഇമാം ഹാവി പറഞ്ഞു എന്താണ്? ഇജ്തിമാഉൻ നാസ്, ജനങ്ങളുടെ സംഗമം. വഖിറാഅത്തു മാ തയസ്സറൽ ഖുർആൻ, ഖുർആനിൽ എളുപ്പമായ ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാഥമ്യത്തിൽ വന്ന ഹദീസുകളൊക്കെ ഉദ്ധരിക്കുക. അതുപോലെ നബിയുടെ ജന്മദൃഷ്ടാന്തങ്ങൾ പറയുക, ഭക്ഷണം കഴിക്കുക, പിരിഞ്ഞു പോവുക. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക,
മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക വസിയാദത്തു അലാ ദാലിക മാഹിയ. അതിന്റെ അർത്ഥം വായിക്കണം. എന്താണ് വസിയാദത്തു? വഅമ്മാ മാ യുഅമലു ഫീഹി ഫയംബഗി അൻ യുഖ്തസറ ഫീഹി അലാ മാ യുഫഹിമു ശുക്ര ലില്ലാഹി തആല മിൻ നഹ്വി മാ തഖദ്ദമ ദിക്റുഹു മിൻ അത്തിലാവ, ഖുർആൻ പാരായണം, വൽ ഇത്ആം, ഭക്ഷണദാനം, വസ്സദഖ, ദാനധർമ്മം, വഇൻഷാദു ശൈഇൻ മിനൽ മദായിഹി നബവിയ്യ, പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിക്കുക. അതുപോലെയുള്ള ഫിഅലുൽ ഖൈരി വൽ അമലു ലിൽ ആഖിറ, പരലോകത്തേക്ക് ഖൈറായ കാര്യങ്ങൾ ചെയ്യുക. ഇനി അതിന് പുറമെ സിയാദത്തിന്റെ അർത്ഥം മനസ്സിലായിക്കോളെ, സിയാദത്തിന്റെ അർത്ഥം മനസ്സിലായിക്കോളെ. അതിന്റെ താഴെ പറയുകയാണ് വഅമ്മ, അതായത് അസിരിയായിട്ട് ആദിസ്ഥാനികമായ നബിദിനാഘോഷം അത് സദാചാരമാണ്, പ്രതിഫലാർഹമാണ്. ഇനി അതിനെ തുടർന്ന് അവിടെ ഗാനാലാപനം, മറ്റു അനുവദനീയമായ ലഹുവുകള്, അതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ സ്വയം പറയുകയുക്കാല, അത് തെറ്റാന്നല്ല പറയേണ്ടത്. ഇത് പറയുന്നതാരാ? ഹാഫിദ് ഇബ്നു അസ്കലാനിയാണ് പറയുന്നത്. ഇത് ഉദ്ധരിക്കുന്നതാരാണ്? മഹാനായ ഇമാം സുയൂത്തിയാണ് ഉദ്ധരിക്കുന്നത്. അയ്യുഖാല മാ കാന മിൻ ദാലിക മുബാഹൻ ബിഹൈസു യഖ്തലി സുറൂറ ബിദാലികൽ യൗം ലാ ബഅസ ബിഇൽഹാഖിഹി ബിഹി. ആ ദിവസത്തിൽ സന്തോഷിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ അത് മുബാഹായ കാര്യങ്ങളാണെങ്കിൽ ആ സിയാദത്തിന്, ആ വർധനവിന് കുഴപ്പം ഇല്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? മിൻ ഗൈരി സിയാദത്തിൻ. അവിടെ തഫ്സീലുണ്ട്, അതിനർത്ഥം തഫ്സീലുണ്ട്. മുബാഹാണെങ്കിൽ കുഴപ്പമില്ല. വമാ കാന ഹറാമനോ മക്റൂഹൻ ഫയുംനഉ, നിഷിദ്ധമോ കറാഹത്തോ ആണെങ്കിൽ അത് വിരോധിക്കപ്പെടണം. വകദാ മാ കാന ഖിലാഫുൽ ഔലാ. എന്താണ് നിങ്ങൾ ഇതിന്റെ അപ്പുറം വായിക്കുന്നത്? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ, ലേഖനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട എത്രയോ ലേഖനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ അൽ ഇർഷാദ് അൽ മുർഷിദ് മാത്രമല്ല, എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദിസ്ഥാനികമായ നബിദിനാഘോഷത്തിന് പുറമെ അനുവദനീയമായ സന്തോഷാത്മകമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ഇമാമുമാർ പറയുന്നു. ഇവർ പറയുന്നു കുഴപ്പമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങളേറ്റല്ല ഇവർ ഏറ്റുമുട്ടുന്നത്, നിങ്ങളേറ്റുമുട്ടുന്നത് ദീനിന്റെ ഇമാമുമാരായിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, നമ്മളും ഇവരും തമ്മിലുള്ള വിയോജിപ്പിന്റെ മർമ്മം എന്താണ്? നബിയുടെ ജന്മം അനുഗ്രഹമാണോ അല്ലേ എന്നുള്ളതാണ്. നബിയുടെ ജന്മം അതിലൊരു വലിയ അനുഗ്രഹമൊന്നുമില്ല. റിസാലത്ത്, നുബുവത്ത് 40ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരേക്കുള്ള 23 കൊല്ലത്തെ കുറഞ്ഞ കാലഘട്ടം അവിടെ നടത്തിയ നബിയുടെ ഒരുപാട് ദഅവാ പ്രവർത്തനങ്ങൾ, സംസ്കരണ പ്രവർത്തനങ്ങൾ, അതിലാണ് റഹ്മത്തുള്ളൂ. ജനനത്തിനൊരു പ്രത്യേക, പിന്നെ നമുക്കൊക്കെ കുട്ടി ഉണ്ടാവുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതിനപ്പുറം മുഹമ്മദ് നബി, ആമിനാക്കൊരു കുട്ടി, മുഹമ്മദ് എന്ന കുട്ടി, ആമിന ബീവിക്ക് ജനിച്ച കുട്ടി, അതിലുള്ള ആ ഒരു ജനനത്തിന്റെ സന്തോഷം എന്നതിലുപരിയായ ഒരു പ്രത്യേകത, ഒരു സവിശേഷത നബിയുടെ ജനനത്തിന് ഇല്ല എന്ന് ഇവരുടെ പുസ്തകങ്ങൾ എത്ര സ്ഥലത്താണ് എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം തന്നെ നബിദിനാഘോഷ ഇസ്ലാമിക വീക്ഷണത്തില് ഇതിന്റെ രചയിതാവിനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2011 12 മുമ്പാണ്. ഇനി അയാളിപ്പോ എവിടെയാണെന്ന് ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, ഇന്നിപ്പറാണെങ്കിൽ നാളപ്പുറം. അപ്പൊ എന്റെ സുഹൃത്തുക്കളെ, ഇതിലൊക്കെ പറഞ്ഞ ജനനത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല എന്നാ. എന്നാൽ മഹാനായ ഇമാം അസ്കലാനി പറഞ്ഞത് തന്നെ അൽഹംദുലില്ലാഹ് കുറെ നമുക്ക് അങ്ങോട്ട് കാണിച്ചു തരാണ്ട്. പ്രസ്തുത ദിവസത്തിൽ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ ജന്മം കൊണ്ട് ഉണ്ടായ നിഅമത്തിനേക്കാൾ വലിയ നിഅമത്ത് മുസ്ലിമീങ്ങൾക്ക്, ലോകജനതയ്ക്ക്, ലോകത്തിന് തന്നെ വേറെ ഇല്ലേ ഇല്ല എന്ന് ഇമാം ഹാഫിദുൽ അസ്കലാനി പറയുമ്പോ ഇവര് പറയുന്നു ഒരു പുതുമയൊന്നുമില്ല. എന്താണ് നിങ്ങൾ ഈ പോകുന്നത് അല്ലേ? ശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ പവിത്രത നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിട്ടില്ലേ? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അല്ലേ, അല്ലെങ്കിൽ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്നിട്ട് അല്ലേ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിമാർ തിങ്കളാഴ്ച ദിവസത്തിന്റെ നോമ്പിന്റെ ശ്രേഷ്ഠതയെപ്പറ്റി ചോദിക്കുമ്പോ അതിൽ 3 നബിയുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് പ്രഥമമായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് നൽകിയത് മറുപടി ഫീഹി വുലിത്തു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണെന്നല്ലേ. വഫീഹി ബുഇസ്തു, അന്ന് എനിക്ക് പ്രവാചകത്വം ലഭിച്ചു. വഫീഹി ഉൻസില അലിയ, അന്ന് എന്റെ മേൽ ഖുർആൻ ഇറങ്ങി. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഖുർആൻ ഇറങ്ങുന്നത് പ്രവാചകത്വലബ്ധി അവയ്ക്കെന്തുമാത്രം ഇസ്ലാമികമായി സ്ഥാനമാനമുണ്ടോ, എന്നാൽ അതിന് തുല്യമോ അതിന് സമാനമോ അതിനേക്കാൾ മികച്ചതോ ആയ ഒന്നാമതായി എണ്ണിപ്പറഞ്ഞ വിലാദത്തുർ റസൂൽ വമജീഉർ റസൂൽ, റസൂലിന്റെ ആഗമനം, റസൂലിന്റെ ജനനം.
അതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ എന്തില്ല? നിങ്ങൾക്ക് അതെന്താ? നമ്മളിപ്പോ നമ്മളമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പോന്ന മാതിരി മുഹമ്മദ് എന്ന കുട്ടി ജനിച്ചു എന്നതിലപ്പുറം ഒരു എന്താ പറയാ, വളരെ ഒരു നിസ്സാര ഭാവമാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റേത് ജനനം വലിയ നിഅമത്തല്ലേ? നിഅമത്തിൽ സന്തോഷിക്കുക എന്നതാണ് ഈ നബിദിനാഘോഷത്തിന്റെ സത്ത. ഇത് ഇമാം സുയൂത്തി തങ്ങൾ ഹാവിയിൽ പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു. സൂറത്ത് യൂനുസിന്റെ 58ാമത്തെ ആയത്ത്. അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ ഫദ്ൽ. അല്ലാഹുവിന്റെ റഹ്മത്തും ഫദ്ലും എന്ന് പറയുമ്പോൾ നിരുപാധികവും ഉപാധിരഹിതവുമായ ഫദ്ലിൻ റഹ്മത്ത് ഞങ്ങൾക്കുള്ളത് റസൂലാണ്. നിങ്ങൾക്കുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. അല്ലാഹുവിന്റെ റസൂലാകുന്ന ആ റഹ്മത്തിൽ സന്തോഷിക്കുക എന്ന ആദിസ്ഥാനിക വശത്തിന്റെ അതിന്റെ പ്രയോഗവൽക്കരണം നബിദിനാഘോഷം എന്ന് പറയുന്നതിനെ എതിർക്കുന്നത് ഖുർആനിക വിരുദ്ധമാണ് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ തന്നെ അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്താണോ ജനനം റഹ്മത്താണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്ത് വെച്ചുകൊണ്ട് ആ റഹ്മത്ത് റസൂലാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാമുമാർ. അങ്ങനെയുള്ള ആ സന്തോഷത്തെ നമ്മൾ ഒരേട്ടം നിർവഹിച്ചാൽ മതി. അത് പിന്നീട് ആവർത്തിക്കേണ്ടതുണ്ടോ ഇല്ലേ? അതാണ് പിന്നെ അടുത്ത ചർച്ച ചെയ്യാനുള്ളത്. തക്രാറ് വേണമോ വേണ്ടേ? തക്രീർ വേണമോ വേണ്ടയോ? തക്രാറ് വേണമോ വേണ്ടയോ? ആവർത്തിക്കേണ്ടതുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ പറയുകയാണ്, അഖൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ നഫ്സിഹി ബഅദ നുബുവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തത്തിന് വേണ്ടി നുബുവത്തിന് ശേഷം അഖീഖത്ത് എന്ന ജന്മവുമായി ബന്ധപ്പെട്ട മൃഗബലിയാണല്ലോ അഖീഖത്ത്. അല്ലാതെ മരണവുമായി ബന്ധപ്പെട്ടതാ അല്ല, ജനനവുമായി ബന്ധപ്പെട്ടതാണ്. ജനനവുമായി ബന്ധപ്പെട്ട അഖീഖത്ത് അറുത്തു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി പറഞ്ഞു, ജനനമെന്ന ശുക്രിന്റെ ആവർത്തനത്തിന് ഈ ഹദീസ് വ്യക്തമായ രേഖയാണ്. ഹദീസ് ബാത്തിലാണെന്നും ഇപ്പൊ എങ്ങനെ നമുക്ക് അങ്ങനെ പറയാം? അവിടെ ഹദീസ് ബാത്തിലാണ് നമുക്ക് പറയാം. ഇമാം സറുൽ മദീനി പറഞ്ഞിട്ടുണ്ട് ഹദീസ് ബാത്തിലാണ് എന്നിങ്ങനെ അവിടെ എഴുതിയേക്കണ്ട. നിങ്ങളൊരു ഉദ്ധരണി 10 ഉദ്ധരണികളെ കൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഖണ്ഡിക്കും. അതിനാവശ്യമായ വൈജ്ഞാനിക സമ്പത്തുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നീട് അത് വാർഷികമായ ആവർത്തനമാണോ? വാർഷികമായി ആവർത്തിക്കേണ്ടതുണ്ടോ? വാർഷികമായ ആവർത്തനത്തിനും തെളിവുണ്ട് എന്ന് ഞാനല്ല പറയുന്നത്, കെ മൗലവിയല്ല പറഞ്ഞിട്ടുള്ളത്. നബിദിനാഘോഷത്തിന്റെ വക്താക്കളായ നബിഘോഷത്താക്കളായ അതിന്റെ ആളുകളായ സാക്ഷാൽ മുജാഹിദുകളോ അല്ല പറയുന്നത്. അവരൊക്കെ അവലംബിക്കുന്ന ഇമാമുമാർ ഹാഫിദുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ പ്രസിദ്ധമായ ഫത്വയിൽ പറയുകയാണ്, മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പെടുത്തി ഫിർഔനിനെ മുക്കിക്കൊന്നതിന്റെ പേരിൽ ആശൂറ നോമ്പ് എന്ന് പറയുന്ന നോമ്പ് ആ അനുഷ്ഠാനം ദീനിൽ ശറഅാക്കിയതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം, അതിൽ നിന്ന് തഹ്രീജ് ചെയ്യാം. തഹ്രീജ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ പ്രയോഗമാണ്. പണ്ഡിതന്മാരുടെ പ്രയോഗം അജ്ഞന്മാരായ ആളുകള് വിലയിരുത്താൻ ശ്രമിച്ചാൽ അവർക്ക് അപകടം പറ്റും. പണ്ഡിതന്മാരുടെ ആ പ്രയോഗങ്ങൾ അങ്ങനെ തഹ്രീജ് ചെയ്യാം, അതിനെ മനസ്സിലാക്കിയെടുക്കാം. എന്താണ് ഇങ്ങനെ വർഷത്തിൽ ഇതിങ്ങനെ ആ ദിവസത്തിൽ തന്നെ, അതാണ് ഇബ്നു അദ്കരാനി പറഞ്ഞത്, ആ ദിവസത്തിൽ തന്നെ വരുമ്പോൾ ആ ശുക്രിനെ ഒന്നുകൂടി നമ്മൾ ശക്തിപ്പെടുത്തുന്ന ആ ആഹ്ലാദ പരിപാടികൾ അത് നടത്താൻ ഈ ഹദീസ് വ്യക്തമായ തെളിവാണ്. സഹീഹുൽ ബുഖാരിയുടെ ഹദീസിന്റെ അടിസ്ഥാനം സ്ഥിരപ്പെട്ടതാണ്. പിന്നീട് ഈ നബിദിനാഘോഷത്തിലുള്ളത് മദ്ഹിന്റെ മജ്ലിസുകളാണ്. മദ്ഹിന്റെ മജ്ലിസുകൾ അല്ലേ, മദ്ഹ് ചെയ്യാൻ ഇവരുടെ വീക്ഷണപ്രകാരം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് മുതൽ 63 വയസ്സ് വരേക്കുമ്പോൾ 23 കൊല്ലക്കാലത്തുണ്ടാക്കിയെടുത്ത ആ വിപ്ലവത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുക. അതേ സമയത്ത് നബിയെ വാഴ്ത്തുക. എന്താ നബിനെ വാഴ്ത്തിയാ പടച്ചോനായി പോകൂലേ റസൂൽ എന്നാ വിചാരം. നബി വാഴ്ത്തിയാ പടച്ചോനായി പോകും. നഹ്റുബില്ല, പടച്ചോൻ എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെടുന്ന ആൾ എന്നുള്ള ആ ഒരു നിർവചനം നിങ്ങൾ കാണുന്നത്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ വാഴ്ത്തപ്പെടുന്നയാളെന്നല്ലേ അല്ലേ? എന്താണ് നിങ്ങൾ നോക്കൂ സഹോദരന്മാർ, അൻസാരികളായ സഹാബിമാർ സർവ്വവിധ പ്രതിഫലവും സ്വർഗത്തിൽ അവർ നേടിയെടുക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് റസൂലിനോട് പരാതി പറയുന്ന മുഹാജിറുകളായ സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്തില്ല? മുഹാജിറുകളെ നിങ്ങൾ പേടിക്കണ്ട, മാ ദഅഉതുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന കാലത്തോളം വഅസ്നൈതും അലൈഹിം, അവരെ നിങ്ങൾ വാഴ്ത്തണം എന്നാ പറയുന്നത്. വാഴ്ത്തണം. അങ്ങനെ വാഴ്ത്തുവാനുള്ള സദസ്സ്, ആ സദസ്സ് സഹാബിമാർ നടത്തിയിട്ടില്ലേ? മദ്ഹിന്റെ സദസ്സുകൾ. മജ്ലിസൊന്നും പറ്റും ഓരോരുത്തരും ഒറ്റ ഇങ്ങനെ ചൊല്ലിപ്പറിക്കാൻ മതി. മജ്ലിസൊക്കെ ഇങ്ങനെ ബട്ടട്ടി ഇരിക്കുമ്പോൾ അതിൽ പ്രത്യേക രൂപമാണ്. ആ രൂപം ഇങ്ങനെ ബട്ടാവുമ്പോൾ ഒരു പ്രത്യേക രൂപം, ചതുരാക്കി കൂടെ, നീളത്തിലാക്കി കൂടെ എന്നൊക്കെയാണ് പല ചോദ്യങ്ങൾ. എന്നാൽ മദീനത്തെ പള്ളിയിൽ ഹൽക്ക കെട്ടിയിരുന്നു കൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടുന്ന ഹസാനിബത്തിന്റെയും അബൂ ഹുറൈറയുടെയും എല്ലാം സംഭവം
ബുഖാരിയിലില്ലേ, മുസ്ലിമിലില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് വിഷയം അരമണിക്കൂറായതുകൊണ്ടാണ് ഇത് ചുരുക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ വാദം എന്താണ്? ശിർക്കാണ് എന്നുള്ള നിങ്ങളുടെ വാദം, സാക്ഷാൽ വാദം, അത് പറയാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ പറയുക, ഇപ്പൊ ശിർക്ക് തൗഹീദ് മക്കൾ കളിക്കല്ലേ. ഇന്നത്തെ മുവഹിദ് നാളെ മുശ്രിക്ക്, നാളത്തെ മുശ്രിക്ക് ഇന്ന് മറ്റന്ന മുവഹിദ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. മൗലിദികൾ ഒരു കുഴപ്പമില്ലെങ്കിലും ശിർക്കാണെന്നല്ലേ ഉമർ മൗലവി പറഞ്ഞത്. പിന്നെ പ്രത്യേകത കൽപ്പിച്ചാൽ ഒരു പ്രത്യേകതയായിട്ടാണ്. എന്താ നിങ്ങളെ മൗലവിമാര് പറഞ്ഞത്? പ്രത്യേകമായി ആഘോഷിക്കണം തന്നെയാണ് കെ മൗലവി പറഞ്ഞത്. പ്രത്യേകമായി ആഘോഷിക്കണം. അത് അന്ന് നടപടിയിരുന്ന പിന്നെ വിദഅത്തിന്റെ സാഹചര്യങ്ങളെ അതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മൗലിദാഘോഷം എന്നൊരു പേര് കൊടുത്തതാണ്. തസ്മീയത്തിനെ പ്രശ്നമുള്ളൂ. എന്നാലും എനിക്കതിനോട് യോജിപ്പില്ല. കെ മൗലവി ചെയ്തതിനോട് ഇയാൾക്ക് യോജിപ്പില്ല. എന്താണ് ഈ കാട്ടുന്നത് അല്ലേ? എന്നാൽ എന്താണ് പ്രത്യേകത? എന്താണ് പ്രത്യേകത? റബീഉൽ അവ്വൽ 12-നുള്ള ഈ പ്രവർത്തനം, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിലുള്ള പ്രവർത്തനം, അത് 12-നേക്കാൾ മുന്തിച്ചാൽ ഹറാമാണെന്നോ പിന്തിച്ചാൽ ഖളാ വീട്ടലാണോ എന്നിവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ തഖ്സീസിന്റെ മഅന എന്താണ്? അങ്ങനെ ഒരു പറച്ചിലാരും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ഡേറ്റ് അല്ലെ, നബിയെ മദ്ഹ് ചെയ്യുക, നബിയെ പരിചയപ്പെടുത്തുക, വാഴ്ത്തുക, സന്തോഷിക്കുക എന്നുള്ളതിന് ഒരു ഡേറ്റ് കണ്ടെത്താൻ പറ്റുമോ? തഅയീനുൽ യൗം അവിശ്ശഹർ, അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ദിവസവും മാസവും തെരഞ്ഞെടുക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പിന് നബിയുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് ഇമാംമാർ പറയുന്നു, വഫീഹി ദലാലത്തുൻ അലാ ജവാസി തഖ്സീസി ബഅദിൽ അയ്യാമി ബിബഅദിൽ അഅ്മാൽ, ചില അനുഷ്ഠാനങ്ങൾക്ക് ചില പ്രത്യേക ദിവസങ്ങളെ നിജപ്പെടുത്തുന്നതിൽ അനുവാദമുണ്ട്. ഷറയിൽ അനുവാദമുണ്ട്. ആ മയനാക്കാണോ നിങ്ങൾ പ്രത്യേകത എന്ന് പറഞ്ഞത്? എന്താ പ്രത്യേകമായിട്ട് ആഘോഷിക്കണമെന്ന് കെ മൗലവി പറഞ്ഞിട്ടുണ്ട്. അയാളെ നരകത്തിലേക്ക് പറഞ്ഞേക്ക് നിങ്ങൾ ആദ്യം, എന്നിട്ട് ഞങ്ങളെ മേത്ത് കിട്ടാൻ മതി, ഞങ്ങളെ ശരീരത്തിൽ കിട്ടാൻ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹബത്തുൻ നബി എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാഴ്ത്തിപ്പറയൽ എന്നുള്ളത് സ്നേഹം തന്നെയാണ് അല്ലേ? ഇവര് പറയും നിങ്ങൾ നബിനെ വാഴ്ത്തി പറയുന്നുള്ളൂ, മദ്ഹ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് ഇത്തിബാ ഇല്ല. എന്താ ഇത്തിബാ എന്ന് പറഞ്ഞാല്? ഇത്തിബാ എന്ന് പറഞ്ഞാൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിക്കല, മലക്കുകളിൽ വിശ്വസിക്കല, അന്ത്യനാളിൽ വിശ്വസിക്കല. സുന്നികളിൽ അത് വിശ്വാസമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? പിന്നെ സുന്നികളിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ട് അത് ചൂണ്ടിക്കാണിക്കാണ് ഇവര്. എന്നാൽ കള്ളുകുടിച്ച സ്വഹാബിക്ക് റസൂലുള്ളാഹിന്റെ മഹബത്തുണ്ട് എന്ന് ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതോ അപ്പൊ കള്ളുടിയന്മാർക്ക് മഹബത്തുണ്ടാവുമോ? അത് റസൂലാ പറയുന്നത്. പിന്നെ ഇവരുടെ ഒരു ചോദ്യം എന്താണ്? അതിന്റെ മൗലിദ് എന്ന ആ അറബി ശബ്ദം, അതിന്റെ ആ അറബി ശബ്ദത്തിൽ പറയപ്പെടുന്ന ആ ആഘോഷത്തെ പറ്റി ഹാഫിദുൽ അസ്കലാനിയും സഹാബിയും സുയൂത്തിയും ഒക്കെ ബിദ്അത്തുൽ ഹസന എന്ന് പറഞ്ഞിട്ടില്ലേ? ബിദ്അത്തുൽ ഹസന അനാചാരം എന്നാണ് നോട്ടീസിൽ അർത്ഥം വെക്കുന്നത്. ബിദ്അത്തുൽ ഹസന സദാചാരം എന്നാണ്. ബിദ്അത്തുൽ ഹസന മതത്തിൽ സുന്നത്താണ്. ബിദ്അത്തുൻ ഹസന മതപരമായ സുന്നത്താണ്. സുന്നത്താണ്, അത് ബിദ്അത്തല്ല. എന്നിട്ട് ഈ അറിവില്ലാത്ത ആൾക്കാരെ കണ്ട ബിദ്അത്തുൽ ഹസന സദാ അനാചാരം എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ യുസാബ് വരാതായിരിക്കും ഫായിലുഹ എന്ന് പറയോ? നിങ്ങളത്രയൊന്നും അറിവില്ലാത്തവരാണല്ലോ ഇമാമിയങ്ങൾ. ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമുള്ള ഇമാമിയങ്ങൾക്ക് നിങ്ങളത്ര അറിവില്ലല്ലേ? ഭാഷ അറിയില്ല, സാഹിത്യം അറിയില്ല, ഒന്നുമല്ല നിങ്ങൾ വിചാരിച്ചത്. എന്നാൽ കുല്ലു ബിദ്അത്തുൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ബിദ്അത്തിന് അതിന് റസൂലിന് 2 നിബന്ധന പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്തിന് 2 നിബന്ധന റസൂലാ പറഞ്ഞത്. ഒന്ന്, അത് മുഹ്ദസത്തായിരിക്കണം, പുതുതായതായിരിക്കണം. 2, അത് പ്രമാണത്തിന്റെ അടിസ്ഥാനമില്ലാത്തതായിരിക്കണം. ഇത് രണ്ടും കൂടിയുടെ സംഗമത്തിലെ ബിദ്അത്ത് ദലാലത്തുണ്ടാകുകയുള്ളൂ എന്ന് നബിയാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശാഫി ഇമാം പറഞ്ഞു, ബിദ്അത്ത് പിൽക്കാലത്തുണ്ടാകുന്ന ഒരു രൂപം, അതിൽ നല്ലതുമുണ്ട് ചീത്തതുമുണ്ട്. നല്ലത് സുന്നത്ത് തന്നെയാണ്. ഇത് ശാഫി ഇമാം പറഞ്ഞു. അതുപോലെ തന്നെ ഹാഫിദുൽ അസ്കലാനി പറഞ്ഞു. അതുപോലെ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു. ഇമാം നവവി തങ്ങൾ പറഞ്ഞു. കുല്ലു ബിദ്അത്തുൻ ദലാല എന്ന് റസൂൽ പറഞ്ഞില്ല. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും വായിക്കുന്നത് കുല്ലു ഐനും സാനിയ എന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കുന്ന CP സലീമിന് കണ്ണ് വിധാനം ചെയ്യുന്നത് അർത്ഥം വെക്കാൻ പറ്റുമോ? കുല്ലു ഐനും സാനിയ, മൂജബ കുല്ലിന്റെ അർത്ഥം എന്താണ്? മൂജബ കുല്ലിക്ക് തഖ്സീസ് വരും. എന്ത് മൂജബ കുല്ലിയല്ലേ? അപ്പൊ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദൻ. ഇഹ്ദാസ് പുറമേ ആദിസ്ഥാനികമായി തെളിവില്ലാത്തത്. ഇത് രണ്ടും കൂടി സംയോജിക്കുമ്പോഴേ ബിദ്അത്താകുകയുള്ളൂ. കുല്ലു ബിദ്അത്തുൻ ദലാല എന്ന് പറഞ്ഞ ബിദ്അത്ത് കൊണ്ട് മുറാദ് മുഹറമത്തിനെ പറ്റിയാണ് പറഞ്ഞത്.
എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി അസ്കലാനി ഒന്നാണ് ഇവരെ വിചാരം. ഇബ്നു ഹജർ ഹൈത്തമി അവിടുത്തെ ഫത്താവൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഓരോ ചോദ്യങ്ങളാ. സഹാബത്തിന്റെ പ്രവർത്തനമുണ്ടോ? സഹാബിമാർ നബിദിന ആഘോഷിച്ചു. റസൂലുള്ളാഹിന്റെ കൂടെ ഒരുപാട് കാലം കിടപ്പറ പങ്കിട്ട ഭാര്യമാരെ, ഈ കിടപ്പറ പറഞ്ഞു കണ്ടവർ പറയില്ലേ, കിടപ്പറ പങ്കിട്ട ഭാര്യമാരെ ആഘോഷിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് പറയാൻ വല്ല അവകാശമുണ്ടോ? ഇതേതാ? കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മർഹൂം എന്ന് ബ്രാക്കറ്റിലുണ്ട് കേട്ടോ. ഈ കെ പി മുഹമ്മദ് ബിൻ അഹമ്മദിന്റെ അത്തവസുൽ എന്ന പുസ്തകത്തിന്റെ 90-ാമത്തെ പേജ് നോക്കൂ. നിങ്ങളിത് പറയാൻ അവകാശികളല്ല. എന്താ പറഞ്ഞത്? സഹാബി, ഏതെങ്കിലും സഹാബിയുടെ മാത്രം പ്രവൃത്തിയോ അഭിപ്രായമോ ഇസ്ലാമിൽ തെളിവായി സ്വീകരിക്കപ്പെടുകയില്ല. ഇസ്ലാമിൽ തെളിവല്ല നിങ്ങളെടുക്കൽ സഹാബിമാർ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഖുതുബ മലയാളത്തിൽ ഓതുന്ന ആൾക്കാർക്ക് സഹാബത്തിന്റെ മാതൃക തെളിവുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് സഹാബത്ത് വേണ്ട, ഞങ്ങൾക്ക് വേണം അല്ലേ? അല്ലെ? എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അപ്പോൾ ഇവിടെ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ, അവർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാലുള്ള മറുപടി ആടിസ്ഥാനികമായി ഇത് സഹാബത്തിന്റെയും നബിയുടെയുമെല്ലാം ആശയത്തിനനുസൃതമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇമാമുമാർ ഹാഫിദുൽ അസ്കലാനിയും ഹാഫിദുൽ സുയൂത്തിയുമൊക്കെയുള്ള വലിയ പണ്ഡിതന്മാർ പറയുകയാണ്. നിങ്ങളെക്കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകപ്രശസ്ത പണ്ഡിതനായ അല്ലാമ തഫ്താസാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശർഹുൽ മഖാസിദിൽ പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ച് കേൾപ്പിക്കാൻ. ഒരു പക്ഷേ നിങ്ങളെ പറ്റിയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണെന്നറിയോ? വമിനൽ ജഹല, വിവരമില്ലാത്ത വിഡ്ഢികളാകുന്നു. മയ്യജഅലു കുല്ല അംരിൻ ലം യകുൻ ഫീ സമനി സഹാബത്തി ബിദ്അതൻ മസ്മൂമാ. സഹാബത്തിന്റെ കാലത്ത് ഇല്ലാത്ത ഒരു രൂപം ആധിസ്ഥാനികമായി ശറഇൽ തെളിയിക്കപ്പെട്ടൊരു കാര്യം പിൽക്കാലത്ത് വന്നാൽ ഏതുപോലെ നമ്മൾ മദ്രസ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് അല്ലേ എന്നാണ് അവരുടെ ചോദ്യം. ബിൽഡിംഗ് അല്ല, രാവിലെ ഖുർആന്, അത് വൈകുന്നേരം കുട്ടി ഖുർആൻ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഉസ്താദ്മാർ ഇപ്പൊ വരണ്ടെന്ന് പറയും. രാവിലെ ഖുർആൻ, പിന്നെ അഖീദ, പിന്നെ താരീഖ്, ഇങ്ങനെ സമയം നിശ്ചയിച്ചുകൊണ്ട് പ്രത്യേക രീതിയിൽ പ്രത്യേക ഭാവത്തിലുള്ള അത് പരലോകത്തിന്റെ പ്രണയം. അത് ഭൗതിക എന്ന് പറയാൻ പറ്റൂല. ഏറ്റവും വലിയ അഫ്ദലുൽ അഅ്മാൽ ഏതാ? തഅല്ലുമുൽ ഇൽമി വ തഅലീമുഹു. ഇൽമ പഠിക്കലുമല്ലേ? ആ കാര്യത്തിൽ പോലും എന്താണ് അടിസ്ഥാനികമായി തെളിയിക്കൊണ്ടുള്ള ബിദ്അത്തല്ല. അതുകൊണ്ട് നബിദിനാഘോഷം ബിദ്അത്തല്ല, ശിർക്കാണെന്നുള്ള നിങ്ങളുടെ വാദം പാച്ച തെറ്റാണ്, പൊള്ളവാദമാണ്. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നി വിഭാഗത്തിന്റെ വിഷയാവതരണം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ സഹോദരൻ അബ്ദുൽ ഹഖ് ഉമരിയെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ما قام عبد في الصلاة وكبر صلى عليه الله في ملكوته. ما عاقب الليل النهار وأدبر صلى عليه الله في ملكوته. ما دارت الأفلاك أو نجم سرى وعليه من لدن الإله تحية. روح وريحان بطيب أثمر وختامها عاد الكلام بما بدا. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇന്ന് കേരളക്കരയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമികമാണ് എന്നും പുണ്യകർമ്മമാണ് എന്നും ആ നിലക്കുമെല്ലാം വലിയ പൂർച്ചയോടുകൂടി പ്രാധാന്യത്തോടുകൂടി ജനങ്ങളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയം, അതിന്റെ വസ്തുത എന്താണ് എന്ന് വിശദീകരിക്കുകയും അത് പ്രാമാണികമായി വിലയിരുത്തി ശരിയും തെറ്റും ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയെന്നാണ് എന്ന് കൂടിയതിന്റെ ഉദ്ദേശം. അല്ലാഹു തആല ഹഖ് സ്വീകരിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു വിഷയവും
ആദ്യമായി സമർത്ഥിക്കുവാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ചെയ്യാറുള്ളത് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തോതും അല്ലെങ്കിൽ ഒരു ഹദീസ് പറയും, എന്നിട്ട് പറയും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഹദീസിൽ എന്ന് നമ്മൾ വിശദീകരിക്കുമ്പോൾ ഇവിടെ വന്ന സുഹൃത്ത് അദ്ദേഹം തുടങ്ങിയത് തന്നെ ഇമാം സുയൂത്തി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇമാം സുയൂത്തി പറഞ്ഞതിന്റെ പകുതി ഭാഗം മാറ്റിവെക്കുകയും എന്നിട്ട് പകുതി ഭാഗം കൊണ്ട് അദ്ദേഹം തുടങ്ങുകയും ചെയ്തു. ഇമാം സുയൂത്തി പറഞ്ഞു എന്ത്, അത് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം കിട്ടും, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ ആദ്യ ഭാഗം അദ്ദേഹം മറച്ചുവെച്ച് പിന്നീട് വേറെ ചില വിഷയങ്ങളിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. ഇമാം സുയൂത്തി പറഞ്ഞത് എന്താ, في مبدأ أمر النبي صلى الله عليه وسلم وما وقع في مولده من الآيات ثم يمد لهم سمات يأكلونه وينصرفون من غير زيادة على ذلك. എന്താ ഇമാം സുയൂത്തി പറയുന്നത്? ജനങ്ങൾ ഒരുമിച്ച് കൂടുക, എന്നിട്ട് അല്പം ഖുർആൻ പാരായണം ചെയ്യുക, പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അഖ്ബാറുകൾ വായിക്കുക, എന്നിട്ട് കുറച്ച് ഭക്ഷണം വിതരണം ചെയ്യുക, അത് കഴിഞ്ഞവർ പിരിഞ്ഞു പോകണം. അങ്ങനെ ചെയ്താൽ ഫഹുവ മിനൽ ബിദ്അൽ ഹസന, അത് ഹസനത്തായ ബിദ്അത്തിൽപ്പെട്ടതാകുന്നു എന്നാണ് ഇമാം സുയൂത്തി പറഞ്ഞത്. എന്നിട്ടോ യുസാബു അലിഹാ സ്വായിബുഹാ, അത് ചെയ്താൽ പ്രതിഫലം കിട്ടും. വഇല്ലാ ഫല, അതല്ലെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതുമാത്രമല്ല, അതിനപ്പുറം നിങ്ങൾ നീങ്ങിപ്പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒട്ടനവധി ശിർക്കൻ ആചാരങ്ങൾ നിങ്ങളുടെ ഈ ബിദഅത്തുമായി ബന്ധപ്പെട്ട മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിർക്കിന്റെ ആചാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന നബിദിനാഘോഷം ശിർക്ക് തന്നെയാണ്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു, സംശയമില്ല. ഇന്ന് നിങ്ങൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും ഇന്ന് നിങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും അത് ശിർക്ക് തന്നെയാണ്. കാരണം ശിർക്കുമായി ബന്ധപ്പെട്ട വിശ്വാസം നിങ്ങൾക്ക് അവിടെയുണ്ട്. അത് അദ്ദേഹം തന്നെ ഇവിടെ പറയണ്ടായും. അങ്ങനെ ഒരാളുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ എങ്ങനെയാ ശിർക്കാവുക എന്ന് ചോദിക്കുകയുണ്ടായി ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. മറ്റൊന്നോ, നിങ്ങൾ ചൊല്ലുന്നതിൽ ഇവിടെ ശിർക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളും ശിർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിങ്ങളുടെ നബിദിനാഘോഷം അത് ശിർക്കുമായി ബന്ധമുള്ളത് തന്നെയാണ്, ശിർക്ക് ചേർന്നത് തന്നെയാണ്. ഇനി സഹോദരന്മാരെ, ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഒരു വിഷയം പ്രാമാണികമാകണമെങ്കിൽ, ഇസ്ലാമിൽ ഒരു വിഷയം അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിന് സ്വഹീഹായ ഒരു ഹദീസ് വേണം. അദ്ദേഹം ഇവിടെ ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസ് ഉദ്ധരിച്ചപ്പോ മൂപ്പർക്ക് തന്നെ അറിയാം ഇത് പോക്കാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമെന്നത് കൊണ്ട് പറഞ്ഞു. അതിവിടെ ബാത്തിലാണെന്നൊന്നും പറയണ്ട, മുൻകറാണെന്നും പറയണ്ട. അത് ഞങ്ങൾ പറഞ്ഞതല്ല, ഇമാം നവവിയെ പോലുള്ള ആളുകൾ പറഞ്ഞതാ, ഇമാം ബൈഹഖിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞതാണ്. അത് ഹദീസുൻ മുൻകറുൻ ബാത്തുൽ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് ആ വിഷയത്തിൽ സ്വഹീഹായ ഹദീസ് ഇല്ലെങ്കിൽ പണി നിർത്തി പോയി നോക്കുക എന്നല്ലാതെ ദഈഫായ ഹദീസ് കൊണ്ടുവന്നിട്ട് അത് തെറ്റാന്ന് പറഞ്ഞ അർത്ഥമല്ല എന്ന് പറഞ്ഞ അർത്ഥമല്ലല്ലോ. മാത്രവുമല്ല, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആരെങ്കിലും തെളിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെളിവെടുത്ത ആളുകൾക്ക് ഇമാം സുർഖാന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആ കിതാബ് ഒന്ന് എടുത്തു വായിച്ചാൽ മതി. ഇത് ചങ്ങരംകുളത്തെ പ്രസംഗമല്ല. അവിടെ വന്ന് മറുപടി പറയാൻ വിശദീകരിക്കാൻ ഒഴിവില്ലാണ്ട് പോയി ആ മുങ്ങുന്ന ഏർപ്പാട് അത് ഇവിടെ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ദഈഫായ ഹദീസ് ദഈഫാന്ന് തന്നെ സമ്മതിക്കണം. അത് ഇവിടെ ദഈഫാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിൽ ഉസ്താദ് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പിന്നെ ഒരു കാര്യമായിട്ട് പറഞ്ഞത് നോമ്പെടുക്കാൻ പറഞ്ഞു. എന്നാ മൂല്യമാരെങ്കിൽ നോമ്പെടുക്കി. ആ ദിവസം പായസം തിന്ന് നാട്ടിലൂടെ നടക്കുക, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെതിരായിട്ട് നടന്ന് തിന്നു കുടിക്കുക, എന്നിട്ട് ഈ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അന്ന് നോമ്പാണ്. ഇമാം ബുഖാരിന്റെ തെളിവെന്താ? അത് അന്ന് ബനൂ ഇസ്രായേലിലേക്ക് രക്ഷപ്പെടുത്തി ഫിർഔനിൽ നിന്ന്, അവർക്കും നോമ്പാണ്. ഇവരെ തെളിവെന്താ? അത് ഫീഹി ഉലിത്തു, അന്ന് ഞാൻ ജനിച്ചു. അന്ന് നോമ്പെടുക്കാനല്ലേ പറഞ്ഞ, തിന്നാനല്ലല്ലോ. അന്ന് നോമ്പ് എന്ന് പറഞ്ഞ പോത്തിനറക്കല, നോമ്പ് എന്ന് പറഞ്ഞ ബിരിയാണി വെച്ച് തിന്നലാണോ? അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് ഒരു സ്ത്രീ നമസ്കരിക്കാൻ വേണ്ടി പോയത് ഹറാമ്. അന്ന് ഇറച്ചി വാങ്ങാൻ വേണ്ടി പെണ്ണുങ്ങൾ പോയി വരിവരിക്ക് പള്ളിന് മുമ്പിൽ പോയിരുന്ന ഹലാലും. ഇത് എവിടുത്തെ ദീന? നിങ്ങൾക്ക് എവിടെ ഗുണമുണ്ടോ, എവിടെ ഖൈറുണ്ടോ അവിടേക്ക് നിങ്ങൾക്ക് തെളിവുകളുണ്ട്, തെളിവുകളെ കോട്ടിമാട്ടലുകളുണ്ട്, ദുർബലമായ ഹദീസുകൾ തെളിവ് കൊണ്ടുവരിക, എന്നിട്ട് അത് ഒരു വലിയ ആചാരത്തിന് വേണ്ടി തെളിവായി വരിക്കുകയും ചെയ്യുക. പിന്നെ പറയാം അക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ലഈഫാണ്. ലഈഫായ ആയിട്ടല്ലാത്തൊരു സഹിഹായ ഹദീസിന് തെളിവിനില്ലേ? അക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അഖീഖ അറുത്തു. പ്രവാചകനെ വീണ്ടും തന്റെ അബ്ദുൽ മുത്തലിബ് പണ്ട് അറുത്തതിനു ശേഷം അറുത്തൂന്ന ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ലോകത്താര അത് നബിദിനാഘോഷത്തിൽ തെളിവാന്ന് പറഞ്ഞത്. അത് ഒന്ന്. രണ്ടാമത്തേത് ഹദീസാകട്ടെ ലഈഫുമാണ്, ദുർബലവുമാണ്. പിന്നെ ഊപ്പര് പറഞ്ഞത് മദ്ഹല്ലേന. നമ്മളാരും ഒരാളെ മദ്ഹ് കുറിച്ച് പറഞ്ഞതിനൂടെ ആരും എതിരല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും വളരെ മോശമായ കാര്യങ്ങളും അതിര് കവിഞ്ഞ സംസാരങ്ങൾ പല മൗലിദിലൂടെയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മദ്ഹല്ല എന്നാ പറയുന്നത്. ചിലപ്പോൾ മദ്ഹ് ഉണ്ടായിരിക്കാം,
പക്ഷെ ആ മദ്ഹിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മാതൃകയില്ലാത്ത പ്രവർത്തന രൂപത്തിലൂടെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അതൊരിക്കലും ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ ചില മൗലികളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഷ്ടം ഒരാൾ വിഴുങ്ങിയപ്പോൾ അത് തേനിനേക്കാൾ മധുരമുള്ളതായിരുന്നു. അത് വിവരം റസൂൽ അറിഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ വയറ് വല്ലവന്റെയും വയറിനോട് കൂടിച്ചേർന്നാൽ, എന്റെ വയറ്റിലുള്ളത് മറ്റൊരുത്തന്റെ വയറിനോട് കൂടിച്ചേർന്നാൽ അവൻ നരകം ഹറാമാക്കിയിരിക്കുന്നു. തെളിയിക്കാൻ സാധിക്കും നിങ്ങൾക്ക്? ഇത് മദ്ഹാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് മോശത്തരം പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മോശമായി സംസാരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കലുള്ള മണ്ണ് കാബയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മാല കിതാബില്. തെളിയിക്കാൻ സാധിക്കും നിങ്ങൾ? ഷിയാക്കളുടെ വിശ്വാസം, നിങ്ങളുടെ ഏത് വിശ്വാസം പരിശോധിച്ചാലും ഒന്നുകിൽ ഷിയാക്കളുടേതാണ് അല്ലെങ്കിൽ ജൂതന്മാരുടെ പാരമ്പര്യമാ. ഖബർ കെട്ടിപ്പൊക്കുന്ന അടുത്തേക്ക് പോയ ജൂതന്മാര്. ഈ മൗലിദാഘോഷവും ലഹ്സും മാലി മൗലൂദും പരിശോധിച്ചാല് ഷിയാക്കള് എന്തിനേറെ അള്ളാഹു അല്ലാത്തവരോട് ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെ ചോദിച്ചാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്നുള്ള വാദമുണ്ടല്ലോ. തനിച്ച ഖുമൈനിന്റെ വിശ്വാസമാണത്. ഖുമൈനി കൊടുക്കുന്ന വിശദീകരണം ഉണ്ട്. എന്താണെന്നറിയോ? ഖുമൈനി പറയാണ്, ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെ, റാസിഖാണെന്ന വിശ്വാസമില്ലാതെ, റബ്ബന്റെ വിശ്വാസമില്ലാതെ ലോകത്ത് നമ്മൾ ഏതൊരാളോട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള ആയത്ത് മുഹയ്യദ്ദീൻ ശൈഖ് എനിക്ക് ഹിദായത്ത് തരണേ എന്ന് മുഹയ്യദ്ദീൻ ശൈഖിനോട് ചോദിച്ചാൽ തെറ്റാകുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? മുഹയ്യദ്ദീൻ ശൈഖ് ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ കുഴപ്പമില്ല, റാസിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ കുഴപ്പമില്ല. റാസിഖും ഖാലിഖും എന്ന വിശ്വാസത്തോടുകൂടി അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് മുഹയ്യദ്ദീൻ ശൈഖിനോടും ചോദിക്കാമെന്ന് പറഞ്ഞ ആളുകളാ. നിങ്ങൾക്ക് എന്ത് ശിർക്ക? എന്നിട്ട് ഇവിടെ ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് ശിർക്ക്, നിങ്ങൾക്ക് എന്ത് ബിദ്അത്ത് എന്ന്? എല്ലാ ശിർക്കും ചെയ്യാം, എല്ലാ ബിദ്അത്തും ചെയ്യാം, എല്ലാ ശിർക്കിനും വളം വെക്കുക, എല്ലാ ബിദ്അത്തുകളെയും ന്യായീകരിക്കുക. അതുകൊണ്ടൊന്നും ഈ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ കാര്യമൊക്കെ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് വരും. സഹോദരന്മാരെ, ഇസ്ലാമിക ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. അത് ഇസ്ലാം പഠിപ്പിക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജനിച്ച ദിവസം ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ 40 മുതൽ 63 വയസ്സുവരെ പ്രവാചകനായി ജീവിച്ചുവല്ലോ. ഒരു കാരക്ക് അന്ന് പ്രത്യേകമായി ദാനം ചെയ്തോ, അന്നൊരു പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലിയോ, അന്ന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സ്വഹാബത്തിനോട് പഠിപ്പിച്ചോ? അതാ ഞങ്ങൾക്ക് കിട്ടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. പിന്നെയോ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമ തലമുറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുള്ള സ്വഹാബികളും താബിഈങ്ങളും തബഉ താബിഈകളും ഉൾക്കൊള്ളുന്ന ആ തലമുറയിൽ ഇത്തരമൊരു ഏർപ്പാടുണ്ടായിരുന്നില്ല. അവരെക്കുറിച്ച് അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മുൻകടന്നു വന്ന മുഹാജിറുകളും അൻസ്വാറുകളും അവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യം ഇടക്കിടയ്ക്ക് ചോദിക്കുമ്പോ അത് മുസ്ലിയാക്കന്മാർക്ക് വലിയ തലവേദനയാ. അപ്പൊ തിരിച്ചിങ്ങോട്ട് ചോദിക്കും, സ്വഹാബി ചെയ്തിട്ടുണ്ടോ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഉത്തമ തലമുറകൾ ആളുകൾ ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യത്തിനൊന്നും അർത്ഥമല്ലാന്ന്. പിന്നെ എന്തിനാ അർത്ഥമുള്ളത്? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണേനോ? നിങ്ങൾ ചെയ്ത ആർക്ക് വേണം? നിങ്ങൾ ചെയ്തത് ആർക്ക് വേണം? ഈ അടുത്ത കൊല്ലം, കഴിഞ്ഞ കൊല്ലം, ഇക്കൊല്ലം എന്തൊക്കെ വാണ്ടാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പരപ്പനങ്ങാട് ഞങ്ങളുടെ ഭാഗത്തൊക്കെ സർക്കാണ് വടിമക്കേറി സർക്കസ്, തല കുത്തിയം പറഞ്ഞ് സർക്കസ്. അബൂബക്കറൊക്കെ അങ്ങനെ സർക്കസ് നടത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ അതിന്റെ മുകളിൽ കയറുമായിരുന്നു. മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും കാര്യം അബൂബക്കർ ചെയ്തോന്ന് ചോദിക്കുമ്പോ, ഉമർ ചെയ്തോന്ന് ചോദിക്കുമ്പോ തെളിവില്ലാതെ കാണുമ്പോ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിന് എന്താ പ്രസക്തമുള്ളത് എന്ന്? പ്രസക്തിയുണ്ട്. അതിനെ പ്രസക്തിയുള്ളൂ മുസ്ലിയാരെ. ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇമാം ഔസായി പറയാണ്, ഇസ്ബിർ നഫ്സക അല സുന്ന വഖിഫ് ഹൈതു വഖഫൽ ഖൗമും വൽഖുൽ ബിമാ ഖാലു വകുഫ് അമ്മാ കഫൗ വസുലുക സബീല സലഫിക സാലിഹ ഫഇന്നഹു യസഉക മാ വസിയഹും. നീ ഖുർആനും സുന്നത്തും പിന്നെ പിടിച്ചു അവിടെ ഉറച്ചു നിൽക്കണം. കൗമ് നിന്നടത്തു നിൽക്കണം. ഏതാ കൗമ്? സ്വഹാബികൾ നിന്നടത്തു നിൽക്കണം. അവർ മതിയാക്കി അടുത്ത് നീ മതിയാക്കണം. അവരുടെ മാർഗത്തിലേക്ക് നീ പ്രവേശിക്കണം. ഇമാം ഔസായിയ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് പറയുകയാണ്, മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത. മരിച്ചുപോയവരുടെ ചര്യകളെ നിങ്ങൾ പിൻപറ്റണം. അന്നത്തെ കാലഘട്ടത്തിൽ ഇബ്നു മസ്ഊദ് പറയാണ്. കാരണം എന്താ? ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫൽ ഹയ്യു ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന,
അവനില് ഫിത്നക്ക് സാധ്യതയുണ്ട്. മരിച്ചുപോയ സുഹാബികൾ അവരുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കണം. ഉലൈക സുഹാബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ പ്രവാചകന്റെ സുഹാബികളാ. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, അവർ ഈ ഉമ്മത്തിന് ഏറ്റവും ശ്രേഷ്ഠന്മാരായിരുന്നു. വഅബറഹ ഖുലൂബ, ഏറ്റവും നല്ല ഖൽബിന്റെ ഉടമകളായിരുന്നു. വഅമഖഹ ഇൽമ, ആഴമുള്ള ഇൽമുള്ളവരായിരുന്നു. വഅഖല്ലഹ തകല്ലുഫ, ജാടകളും നാട്യങ്ങളും ഇല്ലാത്തവരായിരുന്നു. ഖൗമുൻ ഇഖ്താറഹു അല്ലാഹു ലി സുഹബത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹവർത്തിത്വത്തിന് വേണ്ടിയും അല്ലാഹ് തിരഞ്ഞെടുത്ത ആളുകളാകുന്നു ഇവർ. അതുകൊണ്ട് അവർ ചെയ്തോ മതത്തിൽ നമുക്കത് അംഗീകരിക്കാം, അത് മാതൃകയാക്കാൻ തർക്കമില്ല. അവർ ചെയ്യാത്ത ഒരു കാര്യം ഈ വർഷവും കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും നിങ്ങൾ പുതിയതായി ഒന്ന് കൊണ്ടുവന്ന് അതിനെല്ലാം മതത്തിന് ലേബലൊട്ടിച്ചാൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ ഈ ബിദ്അത്തും ശിർക്കും ചെയ്യിപ്പിച്ചുകൊണ്ട് നരകത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. ഇമാം അബ്ദുൽ ഹമീദ് പറയാ, അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നമാ ഹുവ ഫീ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി വമാ കാന അലൈഹി സലഫുഹാ മിൻ അഹ്ലി ഖുറൂനി സലാസത്തിൽ മശ്ഹൂദി ലഹും ബിൽ ഖൈരിയത്തി അലാ ലിസാനി സ്വാദിഖിൽ മസ്ദൂഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ഉത്തമ തലമുറ എന്ന് ലോകത്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആ ആളുകൾ ചെയ്തെന്തോ അതാണ് ദീന്, അതാണ് വിശ്വാസം. മാത്രമല്ല മുസ്ലിയാക്കന്മാരെ സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങളൊക്കെ പറയാറില്ലേ, ഇതാ പ്രവാചകന്റെ മുമ്പ് 71 വിഭാഗമായി പിരിഞ്ഞും 72 വിഭാഗമായി പിരിഞ്ഞും എന്റെ ഉമ്മത്തി 73 വിഭാഗമായി പിരിയും. എല്ലാവരും നരകത്തിലേക്കാം, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്. അവരാരാ മുസ്ലിയാക്കന്മാരെന്നാ പറഞ്ഞത്? അവരുണ്ടാക്കുന്ന ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ എന്നാണോ പറഞ്ഞത്? അല്ല. മാ കാന അലൈഹിൽ യൗമാന വസുഹാബി, ഇന്ന് ഞാനും എന്റെ സുഹാബത്തും നിലക്കൊണ്ട പാത. അങ്ങനെ തെളിവ് കൊണ്ടുവാ. ഇന്നത് അബൂബക്കർ ചെയ്തു, ഇന്നത് ഉസ്മാൻ ചെയ്തു റളിയല്ലാഹു അൻഹും. അങ്ങനെ തെളിവ് കൊണ്ടുവന്നാൽ നമുക്കത് മാതൃകയാക്കാവുന്നതാണ്. മാത്രവുമല്ല, നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഇതാ നിങ്ങൾ എനിക്ക് ശേഷം ജീവിച്ചിരുന്നാൽ ഒരുപാട് ഭിന്നതകൾ കാണാം, എന്ത് വേണം നിങ്ങൾ? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, ഖുലഫാഉർ റാഷിദുകളുടെ, അതായത് സ്വഹാബികളുടെ ശേഷമുള്ള പ്രവാചകന്റെ ഭാര്യമാരൊക്കെ ജീവിച്ച തലമുറ, അവരിൽ ആരുമില്ലാത്ത ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ദീനിന്റെ ഭാഗമായി മാറുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്നും ചോദിക്കും, തലവേദനയായി നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും, സ്വഹാബത്ത് ചെയ്തോ എന്ന്, താബിഉകൾ കണ്ടോ എന്ന്, അവർ പ്രവാചകനിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന്. ഇവരാർക്കും സ്നേഹം ഉണ്ടായിരുന്നില്ലേ എങ്കിൽ അത് പറയും, അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ജാഥ നടത്താഞ്ഞത്, അതുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യാഞ്ഞത്. പ്രവാചകന്റെ ഭാര്യമാര് പ്രവാചകൻ മരിച്ചിട്ട് എത്ര കൊല്ലം ജീവിച്ചിരുന്നു? വേണ്ട. അതിനുശേഷം 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില്, 2-ാം നൂറ്റാണ്ടില്, 3-ാം നൂറ്റാണ്ടില് ഇവിടെ കഴിഞ്ഞുപോയ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ, ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് ബിൻ അനസ്, അതേപോലെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി, തെളിയിക്കാൻ പറ്റും ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമുമാര് നബിദിനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരക്ഷരം പറഞ്ഞു എന്ന് ഈ ഉസ്താദുമാർക്ക് ഇവിടെ തെളിയിക്കാൻ സാധിക്കോ? ഇല്ല. അതിനെ പോരിശ പറയുന്ന എന്തെങ്കിലും ഒരു വാക്ക് മദ്ഹബിന്റെ ഇമാമുമാര് പറഞ്ഞോ? ഇല്ല. അതിനുശേഷം വന്ന ആ ഇമാമുമാരുടെ മൻഹജിനെ ഫിഖഹിന്റെ വിഷയത്തിൽ പിൻപറ്റിയിട്ടുള്ള മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ, അവരാരും പറഞ്ഞിട്ടില്ല എന്ത് ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ട്, ഇങ്ങനെ ഒരു കാര്യം സുന്നത്തുണ്ട് എന്ന്. നേരെ മറിച്ച് അവരൊക്കെ പറഞ്ഞത് എന്താ? ഇത് ബിദ്അത്താണ്, ഇത് ബിദ്അത്താണെന്ന് ആരൊക്കെ പറഞ്ഞു? ഒന്ന് അൽ ഹാഫിൽ അബുൽ ഖൈർ സഖാവി, അല്ലാമത്തു സാലിഹി, അൽ ഹാഫിൽ ഇമാദുദ്ദീൻ ഇബ്നു കസീർ, താജുദ്ദീൻ അൽ ഫാക്കിഹാനി, ഇബ്നുൽ ഹാജിൽ മാലിക്കി, അൽ ഹാഫിൽ ഇബ്നു ഹജർ അസ്കലാനി, മൗഹൂബ് ബിൻ ഉമർ അൽ ജസ്രി അശ്ശാഫിഈ, സയ്യിദ് ബക്കരി അസ്സുർഖാനി, ഇമാം അൽ അല്ലാമ ലഹീറുദ്ദീൻ ജാഫർ തസ്മന്ദി, അൽ അല്ലാമ ശൈഖ് നസീറുദ്ദീൻ, ഇമാം ഷാത്തിബി, ഇമാം അബൂ ഷാമ, അബൂ അബ്ദുല്ലാഹിൽ മാലിക്കി, അബ്ദുസ്സലാം ഖിദർ ശുഖൈരി, ഇവരൊക്കെ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ ബിദ്അത്താണ്. ഇവരൊക്കെ പറഞ്ഞ ബിദ്അത്താണ് എന്ന്. ഹസന തീട്ടം നേരണം ഒക്കെ തീർച്ചിട്ടാ, നല്ല തീട്ടം ചീത്ത തീട്ടം എന്ന് പറഞ്ഞില്ല. അത് മോശമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. കുല്ലു ബിദ്അത്തും അമേദ്യം മോശമാണ്. നല്ലതും ചീത്തവും വേറെ വേറെ തെരഞ്ഞെടുക്കാനില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പുതിയതായ മതത്തിൽ കടന്നു വരുന്ന എല്ലാം ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വക ഒരു നല്ലതും ചീത്തവും വേർതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഷാപരമായ വേർതിരിക്കൽ മാത്രം. അതുകൂടി കേട്ടോ, അതല്ല നിങ്ങളുടെ വലിയ ബേജാറ്. ഇവര് ഹസനത്ത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ പറയുന്നു. ഒന്ന് ഇമാം ഇബ്നു ഹജർ അസ്കലാനി, അദ്ദേഹം പറയാൻ വശറുൽ ഉമൂരി മുഹദസാതുഹാ. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം
ഇബ്നു ഹജർ പറയുന്നു, അൽ മുഹദസാത്തു അൽ മുറാദു ബിഹാ മാ ഉഹദിസ വലൈസ ലഹു അസ്ലുൻ ഫി ശർഇ ويسمى في عرف الشرع بدعة وما كان له أصل يدل عليه الشرع فليس ببدعة. മതത്തിൽ വല്ല പ്രാമാണികമായ തെളിവുമുണ്ടെങ്കിൽ, ഇസ്ലാമിൽ വല്ല അടിസ്ഥാനവുമുണ്ടെങ്കിൽ അത് ബിദ്അത്തല്ല. ഫൽ ബിദ്അത്തു ഫീ ഉർഫി ശർഇ മദ്മൂമത്തുൻ ബിഖിലാഫി ലുഗതി ഫഇന്ന കുല്ല ശൈഇൻ ഉഹദിസ അലാ ഗൈരി മിസാലിൻ യുസമ്മാ ബിദ്അത്തൻ സവാഅൻ കാന മഹ്മൂദ ഔ മദ്മൂമ. നല്ലതാകട്ടെ ചീത്തതാകട്ടെ, നല്ലതാകട്ടെ ചീത്തതാകട്ടെ, തപ്പിക്കോളി, സവാഅൻ കാന മഹ്മൂദ ഔ മദ്മൂമ. മഹ്മൂദാണെങ്കിലും ശരി, മദ്മൂമാണെങ്കിലും ശരി, മതത്തിന് എതിരായ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വല്ലവനും കൊണ്ടുവന്നാൽ മതത്തിന്റെ ഭാഷയിൽ അത് ബിദ്അത്താണ്, അത് എല്ലാം അതിൽ പെടും. ഭാഷാപരമായി വേണമെങ്കിൽ അതിനെ ബിദ്അത്തുൻ ഹസന എന്ന് വേണമെങ്കിൽ വേർതിരിക്കാം ഭാഷാപരമായി. ഏതുപോലെ ഇമാം ഷാത്തിബി പറയാ, ഇന്നമാ സമ്മാഹാ ബിദ്അതൻ ബിഇഅ്തിബാരി ളാഹിരിൽ ഹാലി മിൻ ഹൈതു തർക്കിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്തഫഖ അന്ന ലം തഖഅ ഫീ സമാനി അബീ ബക്കർ ലിഅന്ന ഹാദാ ബിദ്അത്തുൻ മിൻ ഹൈതുൽ മഅന. ഉമർ റളിയല്ലാഹു അൻഹു തറാവീനെ കുറിച്ച് ബിദ്അത്തുൽ ഹസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഷാപരമായ സാന്ദർഭികമായ പ്രയോഗം മാത്രമാണ്. ഉമറിന്റെ അബൂബക്കറിന്റെ കാലത്ത് ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം. നേരെ മറിച്ച് ബിദ്അത്തല്ല. റസൂലിന്റെ കാലത്ത് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, അത് ജമാഅത്തായിട്ടും ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അത് 11 റക്അത്തായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തിനാ ബിദ്അത്ത് എന്ന് പറഞ്ഞത്? അബൂബക്കറിന്റെ കാലത്ത് അടക്കി വെച്ച് നിന്നുപോയി, പിന്നെയും അത് തുടങ്ങിയപ്പോ ഭാഷാപരമായിട്ട് അതിന് ബിദ്അത്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇമാം ഷാഫി പറയാണ്, വഇൻദ ദാലിക ഫലാ യജൂസു വയസ്തദില്ല ബിഹാ അലാ ജവാസിൽ ഇബ്തിദാഇ ബിൽ മഅനൽ മുതകല്ലിമി ഫീഹി ലിഅന്നഹു നൗഉൻ മിൻ തഹരീഫിൽ കലിമി അം മവാളിഇഹി. ഉമറിന്റെ വാക്ക് വെച്ചുകൊണ്ട് വല്ലവനും നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളെ ബിദ്അത്തുൻ ഹസന എന്ന് ന്യായീകരിച്ചാൽ അത് പണ്ട് ജൂതന്മാർ ചെയ്ത പണിയാണ്. തഹരീഫുൽ കലിമി അം മവാളിഇഹി. അതിനർത്ഥം ഞാൻ പറയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നാട്ടുകാർ കേട്ടിട്ട് നിങ്ങളെപ്പോഴും പറ്റിയൊരു മോശമായ ധാരണ വരണ്ട. തഹരീഫുൽ കലിമി അം മവാളിഇഹി ജൂതന്മാരുടെ സ്വഭാവമാണ് ഈ ചെയ്യുന്നത്. ഏത്? ഉമറിന്റെ വാക്കി വെച്ചുകൊണ്ട് ബിദ്അത്തിനെ ന്യായീകരിക്കുക എന്നുള്ളത്. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ബിദ്അത്ത, ചിലര് പറഞ്ഞു ബിദ്അത്തുൻ ഹസന. അത് ഈ നിലക്ക് ഭാഷാപരമായിട്ടുള്ളതല്ലാണ്ട് ഇനി ഒരാളെ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ തെളിവാകുമോ? അതെങ്ങനെ തീരെ തെളിവാകും? ശരി, ഇനി ഇത് ആഘോഷിക്കുന്ന ഈ ആളുകളുടെ അവസ്ഥ എന്താ? ഇവർക്കത് പറയാൻ കഴിഞ്ഞ സുന്നത്താണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ സുന്നത്താണ്, അത് സമർത്ഥിക്കേണ്ടതുമുണ്ട്, തെളിവ് കൊണ്ടുവരേണ്ടതുമുണ്ട്. ഒരു കാര്യം സുന്നത്തമാകണമെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, പറഞ്ഞു, സ്വഹാബികൾ ചെയ്തു. എന്നാൽ അവരാരും ചെയ്തിട്ടില്ല എന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. 1-2 മാത്രം ഇവിടെ സാമ്പിളിന് വേണ്ടി വായിക്കുന്നു. ഇവർ എഴുതി വെച്ചു. ഒന്നെന്താണെന്നറിയോ? അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത്. പിന്നെ എങ്ങനെ മുസ്ലിയാക്കന്മാർ അത് ദീനാകുക? നിങ്ങൾക്ക് എന്ത് മനസ്സ് തോന്നുക? അതൊക്കെ എങ്ങനെ ദീനായി മാറുമോ? ഓരോ കാലത്ത് നിങ്ങൾക്ക് പലതും തോന്നുക. കൊല്ലം ഒരു ദീൻ, അടുത്തൊല്ലം പുതിയ ദീൻ, അടുത്തൊല്ലം പിന്നെ വേറെ ദീൻ, അങ്ങനെ ഓരോ കൊല്ലം ദീനുണ്ടാക്കിയ ലോകം ഖിയാമത്ത് നാളാകുമ്പോൾ എന്താവും ഈ ദീനിന്റെ അവസ്ഥ? അവസാനിച്ചില്ല. റബീഉൽ അവ്വലിൽ നബിയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന രീതിയും സ്വഹാബികളുടെ കാലത്ത് ഉത്തമ നൂറ്റാണ്ടുകളിലോ ഉണ്ടായിരുന്നില്ലെന്നും ശരിയാണ്. അത് ശരിയാണ് എന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത് ശരിയാ ഈ ബിദ്അത്ത് കൊണ്ടാടുമ്പോ തെറ്റാണ് ഞങ്ങൾ പറയണത്. ഈ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ സ്വഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നില്ല, അവസാനിച്ചില്ല. ഒട്ടനവധി സ്ഥലത്ത് നിങ്ങളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. ഒന്നും നിർദ്ദേശിക്കാത്ത ഒരു കാര്യം ഇതൊക്കെ നിങ്ങൾ പുസ്തകങ്ങളിൽ എഴുതി വെക്കുക. എന്നിട്ട് പാവങ്ങളായ ആളുകളെ കൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോ അവരെ കൊണ്ട് ഈ ബിദ്അത്ത് ചെയ്യിപ്പിച്ചിട്ട് നരകത്തിന് വഴിയിലേക്ക് കൊണ്ടുപോവുക. ഇത് കണ്ടോ? റമദാൻ പിന്നെ റബീഉൽ അവ്വൽ വരുമ്പോ നിങ്ങൾ നടത്തുന്ന നബാത്തി ഖുതുബേത്, ഇതിന് ഒരു ഖുതുബ മുസ്ലിയാരെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? എല്ലാ റബീഉൽ അവ്വൽ വരുമ്പോഴും ആ റബീഉൽ അവ്വലിന് നിങ്ങൾ ഇത് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തിരിയുമല്ല, അല്ലാഹു ആലം. ഖൗമിന് ഏതായാലും തിരിയണില്ല. 5 ഖുതുബകളുണ്ട്. ഈ 5 ഖുതുബകളിലും വഫാത്തുൻ നബി എന്നല്ലാണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരാമർശത്തിലുണ്ടോ? എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് അക്കൊല്ലം നമ്മൾ എത്ര പോത്തിനിറക്കണോ? ഖൗമിനെ പറ്റിക്കുക. ഈ ഏർപ്പാട് എവിടുത്തെയാ? അവിടെ കൂടിയിട്ടാണല്ലോ തീരുമാനം വരല്. മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നിട്ട് പറയാം ഞങ്ങൾ അങ്ങനെ വിശദീകരിച്ചു. നിങ്ങൾ എവിടെ വിശദീകരിച്ചു? മിമ്പറിൽ നിന്നിട്ട് റസൂലിന്റെ വഫാത്ത് പറയാ, മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് അന്നത്തെ പോത്തി ഒരു കണക്ക് പറയാ. ഖൗമിനെ പറ്റിക്കുന്ന ഏർപ്പാടും ഇതിനാ പൗരോഹിത്യം എന്ന് പറയാ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി ആകെ 1/2 മണിക്കൂറേ ഉള്ളൂ.
അപ്പൊ ഈ ജാതി തട്ടിപ്പും പറ്റിക്കലൊക്കെ നിർത്തിയിട്ട് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറ്റും എന്നൊക്കെ ഓതുമ്പോ ശ്രദ്ധിക്കണ്ടേ. ആ റഹ്മത്തിക്ക് ആരാണ് ജന്മദിനം ലോകത്ത് അർത്ഥം പറഞ്ഞ ജന്മദിനാഘോഷം എന്ന് അത് ഇവിടുന്ന് പറഞ്ഞിട്ടേ പോകാവുകൾ. ലോകത്ത് മൂക്ക് കീപ്പോട്ടുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പേര് പറയാൻ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജന്മദിനാഘോഷത്തിന് തെളിവാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ കൊണ്ടുവരാൻ ഈ എംടിക്ക് സാധിക്കോ? അങ്ങനെ പുറത്തുനിന്ന് പോയി, കുന്നും പുറത്തുനിന്ന് മുങ്ങി, മാട്ടൂരിൽ പലയിടത്തും പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറ്റൂല്ലോ. ഇവിടെ നിങ്ങളത് വിശദീകരിക്കണം. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഏത് മുഫസ്സിറാണ് റഹ്മത്തി നിങ്ങളുടെ ആഘോഷം അത് റസൂലാന്ന് ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ട്. അത് റസൂലാന്ന് ഇമാം സുയൂത്തി പറഞ്ഞതിലും റഹ്മത്ത് റസൂൽ തന്നെയാണ്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഞങ്ങളുടെ ആവശ്യം എന്താണ്? അത് ജന്മദിനാഘോഷമാണ്. അത് ജന്മദിനാഘോഷമാണ്. അന്ന് തറഫുല്ലാനാം പാടണം, അന്ന് ഷറഫുല്ലാനാം ചൊല്ലണം, അന്ന് മരുതഞ്ചി മൗലിദ് പാരായണം ചെയ്യണം, അന്ന് പോത്തിനറുക്കണം, അന്ന് അത്തരം കർമ്മങ്ങൾ ചെയ്യണം. ഇബാദത്തിന്റെ ഭാഗമായി ചെയ്യാൻ എന്തുണ്ട് തെളിവ്? അത് കൊണ്ടുവരണം നിങ്ങൾ. ഇനി ഞങ്ങൾക്കിപ്പോ ഇവരിങ്ങനൊക്കെ പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് അവനവന്റെ സമസ്ത മതം എന്ന പേരിൽ കൊണ്ടുവരുത്താണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾ വേറെ കൊണ്ടുവരുന്നോളി. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് കേട്ടോ, മുസ്ലിങ്ങൾക്ക് 3 ആഘോഷ ദിനങ്ങളാണുള്ളത്. ഒന്ന് ഈദുൽ അദ്ഹ, 2 ഈദുൽ ഫിത്തർ, മൂന്നാമത്തത് ഈദ് മിലാദ് റസൂലില്ല. കൊണ്ടുവരുന്ന മുസ്ലിയാക്കന്മാരെ തെളിവ്. മൂന്നാമത്തേത് ഈദ് മീലാദ് റസൂലില്ല. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി, ദാരിമി അങ്ങനെ ശേഷമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ നിരത്തി വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബ് എടുത്തിട്ട് നബിദിനാഘോഷം, പിന്നെ ഏതൊക്കെയാണ്? ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള്, പിന്നെ നബിദിനാഘോഷം, 3 ഈദുകളുണ്ട്. കൊണ്ടുവരണം തെളിവ്. അവസാനിച്ചില്ല, അവിടുന്ന് വിട്ടു. അതെന്താണെന്നറിയോ? നബിദിനാഘോഷം നമുക്ക് പ്രവാചകന്റെ ജന്മദിനാഘോഷം നമുക്ക് ഈദുൽ ഫിത്തറിനേക്കാൾ വലിയ ആഘോഷമാണ്. ഇതാ കേട്ടോ, നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്. പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം സർവ്വലോകത്തിന്റെ വിമോചകനായ നബി പിറന്ന നാളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് മറ്റേത് ആഘോഷമാണുള്ളത്? പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമായി. അവസാനിച്ചില്ല. ഈ നബിദിനം എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ ആഘോഷമായി തെളിവ് കൊണ്ടുവരണം. ഇതാര് പറഞ്ഞു? സ്വഹാബത്തിന് തോന്നിയില്ലേ? ആത്മാർത്ഥമായി പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബിമാര്, ആത്മാർത്ഥമായി പ്രവാചകനെ സ്നേഹിച്ച പ്രവാചകന്റെ ഭാര്യമാര്, അവർക്കാർക്കും തോന്നാത്ത പ്രത്യേകമായ സ്നേഹം. ഇതൊക്കെ ഇതിന്റെ പേരിലാണ് അറിയോ? അതാണ് ഇമാം താജുദ്ദീൻ ഫാക്കിയാനിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, ബാത്തിലിന്റെ ആളുകളായ ഷിയാക്കൾ ഉണ്ടാക്കിയതും ശാപ്പാട്ടി രാമന്മാർ കൊണ്ട് നടക്കുന്നതുമായ ആചാരമാണോ ഇത്? ശാപ്പാട്ടി രാമന്മാർ. കാരണം ഇതില്ലാത്ത മൗലൂദില്ലല്ലോ, ഇതില്ലാത്ത പിന്നെ അതായത് ഭക്ഷണമില്ലാത്ത മൗലൂദ് ഉണ്ടാവില്ല, ഭക്ഷണമില്ലാത്ത ഏർപ്പാട് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ആണെങ്കിൽ മൂപ്പര് വട്ടം അബ്ദുൽ ഹാജി പൂളക്കേക്ക് വെച്ച കഥ പറയും, അത് വിശപ്പ് ആർക്കും ഭക്ഷണം വേണ്ടി വരും. പക്ഷേ ഇസ്ലാം ദീനിന്റെ ആഘോഷത്തിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാകുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണം. എപ്പോഴും പറഞ്ഞ മൂപ്പര് കഥ പറയുന്നുണ്ട്, വട്ടം അബ്ദുൽ ഹാജി പൂളക്കേങ്ങിന്റെ കഥ. നിങ്ങൾക്കും ആരെങ്കിലും പൂളക്കേങ്ങ് വാങ്ങിത്തരാം. പാലക്കാട് ജില്ലയിൽ പൂളക്കേങ്ങിന് വില കുറവാ, പനങ്ങാങ്ങര ഭാഗത്ത് കുറവ് കിട്ടും. അപ്പോ നമ്മൾ തെളിയിക്കേണ്ടത് എന്താ? ദീനുമായി ബന്ധപ്പെട്ട ആചാരമുണ്ടാക്കിയിട്ട് അതിൽ നിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനാ തെളിവ് വേണ്ടത്. കണ്ടോ, ഇത് പിന്നെ ഘോഷയാത്രകൾ ആവശ്യമില്ല എന്ന ഒരു ലേഖനം കോടമ്പുഴ ബാവമൂലി വേദിയതാ. അദ്ദേഹം ചില കാര്യങ്ങൾ പറയാണ്. നബിദിനം ഒന്ന് ഏകോപിപ്പിക്കണം. നമ്മൾ പല മഹലിൽ ഇപ്പൊ 100 മഹലിൽ SPS വേറെ, കുട്ടികൾ വേറെ, തംദാര് വേറെ, ഇങ്ങനെ ഒന്നിച്ചാക്കേണ്ട ആവശ്യമില്ല, വേറെ വേറെ ആക്കേണ്ട ആവശ്യമില്ല. ഒന്നിപ്പിച്ചാൽ മതി. കാരണം എന്താ? ഒന്നിപ്പിച്ചാൽ ഒരു ഐക്യമുണ്ട് നമുക്ക്. മാത്രമല്ല മഹലിലെ ഓരോ മദ്രസക്കും ഓരോ നബിദിനവും ആകെക്കൂടി ആഘോഷവും വിരസവും കേവലം ഒരു പ്രഹസനവുമായി മാറുന്നു. പല ഒരു മധുരപാനീയം കഴിക്കുന്നതൊഴിച്ചാൽ ഈ വൈവിധ്യത്തിൽ പറയത്തക്ക മറ്റൊരു ഗുണവുമില്ല. അതുകൊണ്ട് മൂല്യമാർ ഒന്നിപ്പിക്കാൻ സമ്മതിക്കൂല. ആ മഹലിൽ വേറെ, ആ മൂലക്ക വേറെ, SYSന്റെ വേറെ, SBS-ന്റെ വേറെ, തംദാര് വേറെ, കുട്ടികളെ വേറെ നടക്കട്ടെ. അപ്പോഴല്ലേ പല ഒരു മധുര പലഹാരം വരൂ. അതാ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ചെയ്യുന്ന നബിദിനത്തെക്കുറിച്ച് നിങ്ങൾ ഉസ്താമാർ എഴുതി വെച്ചതാ. ഒന്നുകൂടി കേട്ടോളൂ. ഈ വിഷയത്തിൽ മഹലിലെ എല്ലാ വീടുകളും റബീഉൽ അവ്വൽ ആവുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും മൗലിദ് പാരായണം അന്നദാനം നടക്കണം. കഴിയില്ലെങ്കിൽ വീട്ടുകാർ മാത്രമായെങ്കിലും മൗലിദ് പാരായണം നടത്തണം. പരിസരത്ത് മൗദൂദികളോ മുജാഹിദുകളോ ഇല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ ആ പരിപാടിക്ക് ഉപയോഗിക്കേണ്ടതില്ല. ഏത് ഈ ഭാഗത്ത മൗലിയരെ? പരിസരത്ത് മൗദൂദികളോ നോക്കി, പരിസരത്ത് മൗദൂദികളോ മുജാഹിദുകളോ ഇല്ലെങ്കിൽ അവിടെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കേണ്ടതില്ല. ഇങ്ങനൊരു ആരാധന ഇസ്ലാമിലുണ്ടോ? അവിടെ ലൗഡ് സ്പീക്കർ വേണ്ടല്ലോ. ആ മുജാഹിദുകൾ ഉണ്ടെങ്കിലോ ഉറക്ക ഒച്ചട്ട് ചെല്ലണം. ഞങ്ങളൊക്കെ പെരന്റെ അവിടെ ബല ജാഥ വരുമ്പോ കാണാം ഒരു പ്രത്യേക ശബ്ദമൊക്കെ, തോറ്റിട്ടില്ല, അതെന്താ പന്തളിഞ്ഞ് വരിക? ഇങ്ങനെ കണ്ടുവരുന്ന ഒരു ആരാധന ഇസ്ലാമില്.
എത്ര അതപോട് ചെയ്യേണ്ട കാര്യങ്ങളെ ഇബാദത്ത് എന്ന് പറഞ്ഞ ഇഖ്ലാസ്, തഖ്വ, ഇതൊരു മുദ്രാവാക്യാണല്ലോ. എന്താ മുദ്രാവാക്യം? തോറ്റിട്ടില്ല, ഞങ്ങളെ തോൽപ്പിക്കാനാവുകയുമില്ല. ആരെങ്കിലും തോൽപ്പിക്കാൻ വരും, നിങ്ങൾ തോൽക്കണ്ട. അതൊക്കെ പരലോകത്താ. ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഇപ്പൊ നമ്മുടെ തലീകെട്ടും നമ്മുടെ കോലും വേഷമൊക്കെ കണ്ടാൽ പാവങ്ങൾ ചിലപ്പോൾ ചതിയിൽ കുടുങ്ങിയെന്ന് വരാം. പക്ഷേ ബിദ്അത്താണ് എന്ന് നിങ്ങൾ തുറന്നെഴുതിയ ഈ ഒരു വിഷയം വീണ്ടും നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ആലോചിക്കണേ എന്നാ പറയാനുള്ളത്. പിന്നെ ചില തെളിവുകളൊക്കെ പറയാറുണ്ട്. ഒരു തെളിവ് കാര്യമായിട്ട് അബൂലഹബ തങ്ങൾ തരക്കടില്ല. ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ച തങ്ങളാരാന്നറിയോ? നബി ദിനാഘോഷത്തിന്, നബിയുടെ ജന്മദിനത്തിന്റെ അത്ര തന്നെ പഴക്കമുണ്ട്. അബ്ദുള്ളയുടെ പിതാവ ആമിന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്ത അബൂലഹബിനെ അറിയിച്ചു. സുവൈബത്തുല്ലാ സ്വലമി എന്ന അടിമയെ മോചിപ്പിച്ചുകൊണ്ട് തൽസമയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഇതിന് തുടക്കം കുറിച്ചു. ആര്? അബൂലഹബേ. തരക്കടില്ല ഞങ്ങളുടെ നേതാവ്. കൊണ്ടുപോയിക്കോളി, ആ നേതാവിനെ പോയിക്കോളി. എന്നിട്ട് അവിടുക്കാൻ നരകത്തിക്ക് ജ്യൂസ് കുടിച്ചാൻ വേണ്ടിയിട്ട് ഈ പണിയൊക്കെ എടുത്തിട്ട് നബിദിനത്തെ ഇത് ചെറിയ പെരുന്നാളിനേക്കാൾ വലുത്, ലൈലത്തുൽ ഖദറിനേക്കാൾ വലുത്, ഇത് നരകത്ത് പോയി ജ്യൂസ് കുടിക്കാൻ. നിങ്ങൾ ഇവിടെ കിട്ടൂലേ? കുടിച്ചോളി വെള്ളം കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇരുന്ന് കുടിക്കാനായി നരകത്ത് പോയി കൊടുക്കുന്ന കാട്ടിക്കും നമുക്കൊക്കെ നല്ലത്. അബൂലഹബാണ് ഇസ്ലാമിലെ തെളിവ്. തബ്ബത് യദാ അബീ ലഹബി വതബ്. വേറെ ആരും കിട്ടിയില്ലെങ്കിൽ അബൂബക്കർ പറഞ്ഞു. അതെവിടെ? വാട്സപ്പിൽ ഇങ്ങനെ കാണാം. അബൂബക്കർ പറഞ്ഞു, ഉമർ പറഞ്ഞു, ഉസ്മാൻ അവർ ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഇവിടെ പറയുന്നത് അബൂബക്കർ പറഞ്ഞു ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിൽ. ഹസനും ബസരി പറഞ്ഞു, ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, കർഖി പറഞ്ഞു, ആന പറഞ്ഞു, ചേന പറഞ്ഞു. ഇവിടെ പറയും സനത് ഇപ്പൊ ചോദിക്കും, എടുത്ത് വെച്ചോളിങ്ങൾ ഒരുക്കി വെച്ചോളി. ഞങ്ങളുടെ ചോദ്യത്തിൽ വരാൻ പോണ്ട്. എന്താണ് അബൂബക്കർ പറഞ്ഞിട്ട്? ഹസൻ ബസരി പറഞ്ഞുണ്ടല്ലോ ഉഹുദ് മലയോളം ഉണ്ടെങ്കിൽ സ്വർണം കൊടുക്കുമായിരുന്നു. എല്ലാ പള്ളികളിലും ബോർഡേജ് വെക്കുക, പാവപ്പെട്ട മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിയാക്കന്മാര്. അത് നിങ്ങൾ തെളിവ് കൊണ്ടുവരും. ഇത് ദീനിന്റെ വിഷയമാണ്. അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കാനുള്ള സ്വർഗത്തിലേക്കുള്ള മാർഗമാ അതിന് ഞങ്ങൾ താടി വെച്ചത്. അതാണ് ഞങ്ങൾ നെരിയാണിക്ക് മുകളിൽ തുണിയെടുക്കുന്നത്. ഒക്കെ ഒന്ന് വടിക്കാണ്ടതൊക്കെ ഒന്ന് വളർത്തിക്കൂടെ? ഇസ്ലാം പഠിപ്പിച്ചതാണത്. അത് സുന്നത്തിന്റെ ഭാഗമാണ്. മൻ തബിഅനി ഫഇന്നഹു മിന്നി. എന്നെ ആര് പിൻപറ്റുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനാ. ഇബ്രാഹിം നബി പറഞ്ഞതാ. ഇത്തിബാ ആണ് സുന്നത്തിന്റെ അടിസ്ഥാനം, ഇതാഅത്ത് സ്നേഹത്തിന്റെ മാനദണ്ഡം. പിന്നെ നിങ്ങൾ ചൊല്ലുന്ന കാര്യങ്ങളോ അതിൽ ബിദ്അ ചിർക്കുകളുണ്ട്, ഉറപ്പാ. ഒരുപാട് ശിർക്കിന്റെ വരികൾ ചൊല്ലുന്നുണ്ട്. ഫജുദിയാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർബലു. പാപത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഈ അടിമയായ എനിക്ക് അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ കാരുണ്യം ചൊരിഞ്ഞു തരയണമേ. ഒരു ഹദീസ് നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യமான വിഷയത്തിൽ റസൂലിനോട് പ്രാർത്ഥിക്കുക. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസനി വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇങ്ങനെ എത്ര ചുരുക്കിന്റെ വരികളാ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫിക ഖസൻതു വന്നി യാ ബശീറു യാ നദീറു. പിന്നെ പറഞ്ഞെന്തോ ഫഅഗ്തിനി വഅജുർനി യാ മുജീറ മിനസ്സഈനി. അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിന്റെ തികച്ചും എതിരായ ആശയങ്ങൾ, ശിർക്കിന്റെ വരികൾ ഉൾക്കൊള്ളുന്ന അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ചൊല്ലുന്നുണ്ട്. പണ്ട് ഒരു ദിവസത്തിൽ ഒതുങ്ങിയിരുന്നു. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയുണ്ട്. മാത്രമല്ല പാതിരാ സമയത്തുണ്ട്. കാരണം ആ സമയത്ത് മൗലൂദ് ഓതൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. അത് നിങ്ങൾ എഴുതി വെച്ചു. അതിനെന്താ തെളിവ്? തൊള്ളേ തോന്നിയൊക്കെ പറയാം. പുണ്യം എന്ന് പറഞ്ഞാൽ ആരിൽ പെരണ്ടാക്കി തരാന്നതിന്റെ അർത്ഥം സ്വർഗം തരാന്നല്ലേ? ഒരു സംഗതി ചെയ്തിട്ട് സ്വർഗം കിട്ടണമെങ്കിൽ ആര് പറയും? ആ സ്വർഗത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ് പറയണം, അല്ലേ? അത് മനസ്സിലാക്കി കൂട്ടരെ. പുണ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ശമ്പളം തരാന്നല്ല, ഇവിടെ പെരണ്ടാക്കി തരാന്നല്ല, നിങ്ങളെ പെരക്ക് പെയിന്റടിച്ച് തരാന്നല്ല. പുണ്യം എന്ന് പറഞ്ഞാൽ സ്വർഗം തരാനാണ്. ആ സ്വർഗം കിട്ടണമെന്ന് നമ്മൾ പറയണമെങ്കിൽ, കിട്ടുമെന്ന് പറയണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിന്റെ റസൂൽ പറയണം ഇന്ന പണി ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന്. അപ്പൊ അതുകൊണ്ട് സത്യത്തിലേക്ക് വരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഇരു വിഭാഗത്തിന്റെയും വിഷയാവതരണം വളരെ ഭംഗിയായി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചോദ്യോത്തരങ്ങളാണ് ബാക്കിയുള്ളത്. ഒന്നാമതായി വിഷയം അവതരിപ്പിച്ച സുന്നി വിഭാഗത്തിനോട് മുജാഹിദ് വിഭാഗമാണ് ചോദ്യം ചോദിക്കുന്നത്. ചോദ്യത്തിന് 4 മിനിറ്റും ഉത്തരത്തിന് 6 മിനിറ്റുമാണ് നമ്മുടെ വ്യവസ്ഥയിൽ നാം തീരുമാനമാക്കിയിട്ടുള്ളത്. ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി മുജാഹിദ് വിഭാഗത്തെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد. അൽഹംദുലില്ലാഹ്, ഇത്ര പെട്ടെന്ന് തീരുമാനമാകും നമ്മളും വിചാരിച്ചിട്ടില്ല. വെറുതെ അല്ല ഒരു കൊല്ലം നീട്ടിക്കൊണ്ടായത്. കഴിഞ്ഞ റബീഉൽ അവ്വൽ നമ്മൾ വ്യവസ്ഥ ചെയ്തത്, എന്നിട്ട് നീട്ടിക്കൊണ്ട് അവസാനം പിടിച്ച് വലിച്ച് ഇടങ്ങാറാക്കിയിട്ടാണ് ഈ അവസ്ഥയ്ക്ക് മുസ്ലിയാക്കന്മാരെ കൊണ്ടെത്തിച്ചത്. അത് വെറുതെ ആയിരുന്നില്ല. ഇപ്പൊ വിഷയാവതരണം കൊണ്ട് തന്നെ, അവതരണത്തിൽ തന്നെ എന്താ മുസ്ലിയാർ സമ്മതിച്ചത്? ഒന്ന് ബിദ്അത്താണ്, പക്ഷെ നല്ല ബിദ്അത്താണ്. പക്ഷെ നല്ല ബിദ്അത്തൊക്കെ സുന്നത്താണ്. നമ്മൾ സുന്നത്ത് പറഞ്ഞാൽ പോരെ, നല്ല ബിദ്അത്ത് തരണോ? എന്താ ബിദ്അത്താണ്, നല്ല ബിദ്അത്താണ്, നല്ല ബിദ്അത്ത് സുന്നത്താണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം മുസ്ലിയാർ എന്നുള്ളത് ഈ കോലത്തിലാണ് കൊണ്ടുപോയത്. പിന്നെ സ്വഹാബികൾ ചെയ്തോ, താബിഈങ്ങൾ ചെയ്തോ, താബികൾ ചെയ്തോ, ആ ചോദ്യം പ്രസക്തമല്ലാതെ KP മുഹമ്മദിന്റെ ബുക്കിലുണ്ട്. നിങ്ങൾക്ക് മലയാളം പോലും വായിക്കാറിയില്ല എന്ന് മനസ്സിലായി. അറബി ഏതായാലും പറ്റില്ല പോട്ടെ, പക്ഷെ മലയാള ബുക്ക് പോലും വായിച്ച് മനസ്സിലാക്കാതെയാണോ ഇവിടെ ഉദ്ധരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായി രണ്ട് വിഷയാവതരണം കേട്ട ആളുകൾക്ക് തന്നെയും കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എന്താ വസ്തുത? ഇനിയിപ്പോ നല്ല വിധേയത്താണോ അതല്ല ചീത്ത വിധേയത്താണോ എന്നല്ലേ ഇപ്പൊ ബാക്കിയുള്ളൂ. നല്ലതായാലും വേണ്ട, ചീത്തായാലും വേണ്ടില്ല, വിധേയത്തെ നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് സുന്നത്തിലേക്ക് മടങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നല്ല ബിദ്അഇയാണ് എന്നും സമ്മതിച്ച് അതുമായി നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. ഏതായിരുന്നാലും ബിദ്അഇ എന്ന വാക്ക് ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ് ഫിറ്റാവുക എന്ന് MTയുടെ വാക്കിൽ നിന്ന് തന്നെ ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ഓൾക്ക് വേണമെങ്കിൽ എന്ത് പറയാ, ഞങ്ങൾ നല്ല ബിദ്അഇയാണ്, നിങ്ങൾ ബിദ്അഇ എന്ന് പറയാൻ പറ്റൂല എന്ന് വേണമെങ്കിൽ വേർതിരിക്കാം എന്നല്ലേ മനസ്സിലായത്? ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഒരു 30 മിനിറ്റ് MTയുടെ അവതരണം കൊണ്ട് തന്നെ സംഗതിയെല്ലാം MT ആയി മാറി. ഇനി ബാക്കി ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ഇനി ചോദ്യത്തിലേക്ക് കടക്കുക. ഒരു 9 റൗണ്ട് ചോദ്യം കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് എന്താകുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശരി, ഇവിടെ നബിദിനാഘോഷം ബിദ്അത്താണ്, പക്ഷെ നല്ല ബിദ്അത്താണ്, നല്ല ബിദ്അത്ത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ വിഷയാവതരണത്തിന് ഒരു ഭാഗം പോയത്. എന്നാൽ മറുഭാഗത്ത് ആയത്തുണ്ട്, ഹദീസുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്തു. വല്ലാത്ത വൈരുദ്ധ്യം തന്നെ. ആയത്തുണ്ടെങ്കിൽ എങ്ങനെയാ അത് ബിദ്അത്താവുക? ബിദ്അത്താണെങ്കിൽ എങ്ങനെയാ ആയത്തുണ്ടാവുക? ഇതെന്ത് വൈരുദ്ധ്യം മുസ്ലിയാരെ? ബിദ്അത്താണ് പക്ഷെ ആയത്തുണ്ട്, ആയത്തുണ്ട് പക്ഷെ ബിദ്അത്താണ്. ഇത് ഏതായത്ത? ഈ ഖുർആനൊന്നും അല്ലേ? അതുകൊണ്ട് തന്നെ ആയത്ത് നിങ്ങൾ ഓതിയാ പോരാ, ഹദീസ് നിങ്ങൾ പറഞ്ഞാ പോരാ. നേരെ മറിച്ച് നിങ്ങൾക്ക് ഏതായാലും ഓടാൻ പറ്റുകയുമില്ല. കാരണം എന്താ? നിങ്ങൾ മുഖല്ലിദുകളാണ്, തഖ്ലീദ് ചെയ്യുന്ന മനുഷ്യന്മാരാ നിങ്ങൾ. മുഖല്ലിദിന് ആയത്ത് ഓടാൻ പറ്റുമോ തെളിവായിട്ട്? ഇല്ല. താൻ ആരെയാണോ തഖ്ലീദ് ചെയ്യുന്നത് ആ ഇമാമുമാർ പറഞ്ഞതിനപ്പുറത്തേക്ക്, നാലാൽ ഒരു മദ്ഹബിനപ്പുറത്തേക്ക് പോകാൻ തന്നെ പാടില്ല എന്നല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അങ്ങനെ പോകുന്നവൻ ളാലാണ്, മുദല്ലാണ്, പിഴയ്ക്കുന്നവനാണ്, പഴപ്പിക്കുന്നവനാണ് എന്ന് നിങ്ങൾ പറയുകയും ആ പിഴക്കലും പഴപ്പിക്കലും സ്വയം ചെയ്യുകയുമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ടടക്കുന്ന ഈ ശിർക്കൻ ഏർപ്പാട്, നബിദിനാഘോഷം എന്ന നിങ്ങൾ കൊണ്ടടക്കുന്ന ഇക്കൊല്ലൊക്കെ നിങ്ങൾ ആഘോഷമുണ്ടല്ലോ, ശിർക്ക് തന്നെയാണ്. ഒരു സംശയം ഞങ്ങൾക്ക് ആ വിഷയത്തിലില്ല. ഈ വർഷം നിങ്ങൾ സംഘടിപ്പിച്ച നബിദിനാഘോഷം പരിശോധിച്ചോളൂ, ശിർക്കല്ല. നിങ്ങൾ ആരും മുസ്ലിയാക്കന്മാരല്ലാതെ വേറെ ഒരു മനുഷ്യൻ പറയില്ല. ഇൻഷാ അല്ലാഹ് ചോദിച്ചോളി, അപ്പൊ ഞങ്ങൾ തെളിയിച്ചു തരാം. ഏതായിരുന്നാലും ശരി, നിങ്ങളുടെ ഈ ശിർക്കും നിങ്ങളുടെ കുഫറും നിങ്ങളുടെ ബിദ്അത്തും അതെല്ലാം ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ പൊളിച്ചു തന്നെയാണ് ഞങ്ങൾ ഇവിടെ അവസാനം പോവുകയുള്ളൂ എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ കയ്യിൽ ഇത് തെളിവില്ല എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കും അറിയാം, പക്ഷെ സാധാരണക്കാർക്ക് അറിയില്ല. ആ സാധാരണക്കാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളിവിടെ നബിദിനാഘോഷം സുന്നത്താണ് എന്ന് വ്യംഗ്യമായി പറയാൻ ശ്രമിച്ചു, അഥവാ നല്ല ബിദ്അത്താണ് എന്നും നല്ല ബിദ്അത്ത് സുന്നത്താണ് എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഇത് സുന്നത്താണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നിട്ട് അതിന് ഉപരിപരമായി നിങ്ങൾ തെളിവെന്നോണം ചില ഹദീസുകളൊക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അതിന്റെ കൂടെ ആയത്ത് നിങ്ങൾ പരാമർശിച്ചു. ഞങ്ങൾ പറയുന്നു ആ ആയത്ത് നിങ്ങൾ ശുദ്ധമായ ദുർവ്യാഖ്യാനമാണ് ചെയ്തിരിക്കുന്നത്. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ വചനം നിങ്ങൾ തെളിവായി ഉന്നയിച്ചല്ലോ. ശുദ്ധമായ ദുർവ്യാഖ്യാനം, അല്ലാഹു തആല ഉദ്ദേശിക്കാത്ത അവസ്ഥയിൽ. അതുകൊണ്ട് ആരാണ്